Good morning, Makale. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Today we have to discuss about the last part of the chapter, Principles and Process. Topic, Processes of rDNA Technology. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ബയോടെക്നോളജി, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ്. ബയോടെക്നോളജി എന്താണെന്ന് പഠിച്ചു, പ്രിൻസിപ്പിൾസ് പഠിച്ചു, ഫസ്റ്റ് rDNA ടെക്നോളജി പഠിച്ചു. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ടൂൾസ് rDNA ടെക്നോളജിക്ക് വേണമെന്ന് മനസ്സിലായി. ആ എല്ലാ ടൂൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോയിൻറ്റ്സും പഠിച്ചു. നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കാണ് പ്രോസസ്സസ് ഓഫ് rDNA ടെക്നോളജി. അതിൽ നമ്മൾ പഠിച്ചു ഡോണർ DNA-യിൽ നിന്ന് ഒരു ഡിസൈഡ് DNA കട്ട് ചെയ്തെടുത്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. പിന്നെ ഇതിന് തനിയെ ഒരു ട്രാൻസ്ഫർ പോസിബിൾ അല്ല. സോ അതിനെ ആരായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തു? ഒരു വെഹിക്കിൾ ഓർ കാരിയർ ആയിട്ടുള്ള പ്ലാസ്മിഡോ ബാക്ടീരിയോഫേജോ ആയിട്ട് നമ്മളതിനെ ഇൻകോപ്പറേറ്റ് ചെയ്തു, റീകോമ്പിനേഷൻ നടത്തി. അപ്പോൾ അതിനെന്ത് പറയും? റീകോമ്പിനൻ്റ് DNA. ഓക്കെ, എന്നിട്ട് ഈ റീകോമ്പിനൻ്റ് DNA-നെ നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഹോസ്റ്റ് സെല്ലായിട്ടുള്ള ബാക്ടീരിയത്തിനെ അതിന് മുൻപ് കോമ്പിറ്റൻ്റ് ആക്കും. ആ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആരെ എടുക്കും? റീകോമ്പിനൻ്റ് DNA എടുക്കും. അപ്പോൾ അതിന് പറയും ട്രാൻസ്ഫോർമൻ വിത്ത് റീകോമ്പിനൻസ്. ചില ബാക്ടീരിയാസ് വെറും പ്ലാസ്മിഡിനെയാണ് എടുക്കുക, അവരെ പറയും ട്രാൻസ്ഫോർമൻസ് വിത്ത് നോൺ റീകോമ്പിനൻസ്. ചില ബാക്ടീരിയാസ് പ്ലാസ്മിഡിനെയും rDNA-യും ഇൻടേക്ക് ചെയ്തില്ല, അവരെ പറയും നോൺ ട്രാൻസ്ഫോർമൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? ഈ ഹോസ്റ്റ് സെൽ വിച്ച് ടേക്കപ്പ് rDNA-യാണ് നമുക്ക് ആവശ്യമുള്ളത്. അവരെ സെലക്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? അതുള്ള rDNA-നെ നമ്മൾ rDNA ഉള്ള ബാക്ടീരിയനെ നമ്മൾ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൾച്ചർ മീഡിയ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൾച്ചർ മീഡിയ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് rDNA പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ കുറച്ചൊരു സ്മോൾ ലൊക്കാലിറ്റിയിൽ ഒരു ചെറിയ റീജിയനിൽ ഒരു സ്പ്രെഡ് ചെയ്തൊരു ഡിസീസിൻ്റെ വേണ്ടിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിനോ വാക്സിനോ വേണ്ടിയാണെങ്കിൽ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ മതി. പക്ഷേ വേൾഡ് വൈഡായിട്ട് ഒരു ഡിസീസ് വന്നു, എക്സാമ്പിൾ COVID-19. അപ്പോൾ അത് നമുക്ക് മൊത്തം വേൾഡിൽ കുറേ പേരെ അത് ബാധിച്ചു, അല്ലേ? സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് അത്രയും എമൗണ്ട് ഓഫ് അതിനുള്ള ആൻറ്റിബയോട്ടിക്സോ വാക്സിനോ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്, അല്ലേ? അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ബയോറിയാക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻറ്റും കൂടി നമുക്ക് പ്രോസസ്സ് പറയുമ്പോൾ കുറച്ചുകൂടെ പോയിൻറ്റ്സ് നമ്മൾ ടൂൾസിൽ ഓൾമോസ്റ്റ് കുറേ പോയിൻറ്റ്സൊക്കെ നമ്മൾ പഠിച്ചു. കുറച്ച് പോയിൻറ്റ്സ് എക്സ്ട്രാ പഠിക്കാനുണ്ട്. അതാണ് ഒരു 3-4 പോയിൻ്റ് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പഠിക്കണം, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്താണെന്ന് പഠിക്കണം, പിന്നെ ബയോറിയാക്ടേഴ്സ് എന്താണെന്ന് പഠിക്കണം, പിന്നെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് എന്താണെന്ന് പഠിക്കണം. ഇങ്ങനെ ഒരു 4 ടോപ്പിക്കാണ് എക്സ്ട്രാ നമുക്ക് അറിയാത്തതായിട്ടുള്ളൂ. പിന്നെ എല്ലാ സ്റ്റെപ്പും പ്രോസസ്സിലെ എല്ലാ സ്റ്റെപ്പും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ rDNA ടെക്നോളജി. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് കുറച്ചും കൂടി നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പുകൾ എഴുതാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആരെ വേണം? ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ എന്നാണ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്. ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഐസൊലേഷൻ ഓഫ് ഡോണർ DNA, അതായത് നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ക്യാരക്ടേഴ്സ് ഉള്ള ഡോണർ DNA-നെ ഐസൊലേറ്റ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് ഒരു സ്മോൾ പോർഷൻ ഓഫ് ഡിസൈഡ് ജീൻ ഓർ അലൈൻ DNA ഓർ ഫോറിൻ DNA-നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും, അല്ലേ? എന്നിട്ട് ഇതിനെ ക്യാരി ചെയ്യാനായിട്ടുള്ള വെക്ടറിലേക്ക്, പ്ലാസ്മിഡിലേക്ക് നമ്മളതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്മോൾ പോർഷൻ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐസൊലേഷൻ ഓഫ് പ്ലാസ്മിഡ് വെക്ടർ. ഓക്കെ, ഇനി ആ പ്ലാസ്മിഡ് വെക്ടറിൽ നിന്നും ഒരു സ്മോൾ പോർഷൻ കട്ട് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് RNA. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഐസൊലേഷൻ ഓഫ് എന്താ സ്റ്റെപ്പ് ചെയ്താൻ പോകുന്നത്? ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ എഴുതാം, ജെനറ്റിക് മെറ്റീരിയൽ ഓർ ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ഓർ DNA. ഏതൊക്കെ DNA-യാണ്? അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുകയാണ്. ഐസൊലേഷൻ ഓഫ്, ഇതിനൊന്നുകൂടെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഐസൊലേഷൻ ഓഫ് ഡോണർ DNA ആൻഡ് വെക്ടർ DNA. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ 2
നമ്മൾ സെലക്ട് ചെയ്തു ഡിസൈഡ് ജീനുള്ള ഡോൺ ഡി എൻ എയും വെക്ടർ ഡി എൻ എയും സെലക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്? ഈ ഐസൊലേറ്റ് ചെയ്ത ഡോണർ ഡി എൻ എയിൽ നിന്ന് ഡിസൈഡ് ജീനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു. വെക്ടർ ഡി എൻ എയിൽ നിന്ന് പ്ലാസ്മിഡിൽ നിന്ന് നമ്മളൊരു സ്മോൾ പോർഷൻ കോംപ്ലിമെൻ്ററി ടു ആരുടെക്കാണ് ഡിസൈഡ് ഡി എൻ എ അല്ലേ? ആ പ്രൊസീജിയറൊക്കെ നമ്മൾ പഠിച്ചു, ആക്ഷൻ ഓഫ് ആർ എൻ ഒക്കെ. അപ്പോൾ 2 സ്റ്റിക്കി എൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു പോർഷൻ വേണം അല്ലേ? അപ്പോൾ സെയിം ആർ എൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വെക്ടർ ആയിട്ടുള്ള പ്ലാസ്മിഡ് വെക്ടറിനെയും കട്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പാണ് കട്ടിങ് ഓഫ് ഡി എൻ എ, കട്ടിങ് ഓഫ് ഡോണർ ഡി എൻ എ ആൻഡ് വെക്ടർ ഡി എൻ എ എന്ന് നമുക്ക് മാറ്റാം. ഡോണർ ഡി എൻ എ ആൻഡ് വെക്ടർ ഡി എൻ എ, വെക്ടർ ഡി എൻ എ അറ്റ് specific locations, at specific locations. Okay, using ആര് ഉപയോഗിച്ചിട്ടാണ്? ആർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈം. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ രണ്ടിലും സെയിം ആയിട്ടുള്ളതായിരിക്കും ഉപയോഗിക്കുക, സെയിം സ്റ്റിക്ക് എൻഡ് വരാനായിട്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ കട്ട് ചെയ്തെടുത്ത ഡോണർ ഡി എൻ എ ആൻഡ് വെക്ടർ ഡി എൻ എ ഫ്രാഗ്മെൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ടെക്സ്റ്റിൽ അത് സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടില്ല, ഉള്ളിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഒരു പുതിയൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, സെപ്പറേഷൻ ഓഫ് ഡോണർ ആൻഡ് വെക്ടർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്. ഡോണർ ആൻഡ് വെക്ടർ ഇല്ലേ? ഇപ്പോൾ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡോണർ ഡി എൻ എ ആൻഡ് വെക്ടർ ഡി എൻ എ കിട്ടി. വെക്ടർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ എങ്ങനെയാണ്? ഒരു പ്രൊസീജിയർ ഉണ്ട്, ഫ്രാഗ്മെൻറ്റ്സ് ബൈ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസ് എന്നുള്ളൂ. നമ്മളൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമുണ്ട്. അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് അങ്ങനെയും പറയും കേട്ടോ, അങ്ങനെയും ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എന്താണെന്ന് വിചാരിക്കരുത്. അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒന്ന് സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. First step is isolation of genetic material. That means isolation of donor DNA and vector DNA. Second step, cutting of donor DNA and vector DNA at specific locations using restriction endonuclease. Third step, separation of these donor and vector DNA fragments through എങ്ങനെയാണ്? അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുള്ള പ്രോസസ്സ് വഴി നമ്മൾ ഈ കട്ട് ചെയ്ത ഡി എൻ എ ഫ്രാഗ്മെൻസിനെ അതിൻ്റെ സൈസിൻ്റെ ബേസിസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ? ഡോണർ ഡി എൻ എയും വെക്ടർ ഡി എൻ എയും കിട്ടിയാൽ ലിഗേഷൻ അല്ലേ? ലിങ്കിങ് ഓഫ് ഡോണർ ഡി എൻ എ ആൻഡ് വെക്ടർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ത്രൂ ദ എൻസൈം വിച്ച് ഈസ് നോൺ ആസ് മോളിക്കുലാർ ഗം ഡി എൻ എ ലിഗേസ്. അപ്പോൾ എന്താ അടുത്ത സ്റ്റെപ്പ്? ഇൻസേഷൻ ഓഫ് ഡിസൈഡ് gene or desired DNA or foreign DNA or aligned DNA അല്ലേ? aligned DNA into vector DNA using and formation of ആരെയാണ് ഉണ്ടാക്കുന്നത്? റീകോമ്പനൻ്റ് ഡി എൻ എ യൂസിങ് ദ എൻസൈം അവിടെ ആർ എൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ യൂസിങ് ദ എൻസൈം ഡി എൻ എ ലിഗേസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ആർ ഡി എൻ എ ഉണ്ടായി അല്ലേ? ഇനി നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ ആർ ഡി എൻ എനെ അല്ലെങ്കിൽ സ്മോൾ പീസ് ഓഫ് ഡോണർ ഡി എൻ എ ആണെങ്കിലും വെക്ടർ ഡി എൻ എ ആണെങ്കിലും എന്തിനായാലും ഡി എൻ എ പീസസിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് കുറേ കോപ്പീസ് ഓഫ് ആർ ഡി എൻ എ ഉണ്ടാക്കാൻ പറ്റും ത്രൂ ദ പ്രോസസ് ഓഫ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതാണ് ഒരു പുതിയ ടോപ്പിക്ക്. ഇതൊരു പുതിയ ടോപ്പിക്കായിരുന്നു. അടുത്തത് PCR എന്ന് പറയുന്നതും ഒരു പുതിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇനി എന്താണ്? ആംപ്ലിഫിക്കേഷൻ ഓഫ് റീകോമ്പനൻ്റ് ഡി എൻ എ ഓർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള റീകോമ്പനൻ്റ് ഡി എൻ എനെ അല്ലെങ്കിൽ ഏത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആയാലും യൂസിങ് ദ ടെക്നിക് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഒരു കുഞ്ഞു പോർഷൻ ഓഫ് ഡി എൻ എ ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക്, അതായത് നമ്മുടെ ബോഡിയിൽ നമുക്ക് സാധാരണ ഏതെങ്കിലും വൈറസോ ബാക്ടീരിയയോ നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്താൽ അതിൻ്റെ സിംറ്റംസ് എപ്പോഴാണ് വരിക? കുറേ നമ്മളെ ബോഡിയിൽ കുറേ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് സിംറ്റംസൊക്കെ പുറത്തു വരുള്ളൂ അല്ലേ? ഏർലി ഡയഗ്നോസിസ് ഓഫ് ദീസ് മൈക്രോബ്സ് ആർ നോട്ട് പോസിബിൾ ത്രൂ കൺവെൻഷണൽ മെത്തേഡ്സ് സച്ച് ആസ് ബ്ലഡ് സീറം ഒക്കെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അസുഖം
ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളെ ബോഡിയിൽ സിംറ്റംസ് വരുമ്പോൾ കുറേ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുവിധമാകുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഏർലി ഡയഗ്നോസിസ് ഓഫ് എ ഡിസീസ് ഈസ് പോസിബിൾ ത്രൂ PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും COVID-19 സമയത്ത് ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്, RT-PCR ടെസ്റ്റ് ഉണ്ട്. ഏറ്റവും സക്സസ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് RT-PCR ആണെന്ന് പറയാറുണ്ട് അല്ലേ. 2 ദിവസം എടുത്തിട്ട് ആൻറ്റിജൻ അപ്പോൾ തന്നെ കിട്ടുമെങ്കിലും നെഗറ്റീവ് കാണിച്ചാലും പോസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആൻറ്റിജനിൽ വളരെ കുറച്ച് എമൗണ്ട് നമ്മുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തജൻ എത്തിയിട്ടുള്ളെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ RT-PCR ആണെങ്കിൽ വളരെ കുറച്ചുള്ളെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ത്രൂ ഇങ്ങനെയാണ്. അതിൽ ഒരു പോളിമറൈസ് കുറച്ച് എമൗണ്ട് ഓഫ് ഫോറിൻ DNA ഉള്ളെങ്കിലും ആ കണ്ടെത്തിയതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ ലാർജ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൈറലിൻ്റെ കുറേ പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ അസുഖങ്ങൾ ഏർലി ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ കേസിലാണെങ്കിൽ റീകോംബിനൻ്റ് DNA ഉണ്ടാക്കുന്ന പ്രൊസീജിയർ വലിയൊരു ടൈം കൺസ്യൂമിങ് ആണ്, മണി കൺസ്യൂമിങ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിത് ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ബൾക്ക് ലാർജ് എമൗണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കുറേ പ്രൊഡക്റ്റ് കിട്ടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അല്ലെങ്കിൽ റീകോംബിനൻ്റ് DNA നമ്മൾ എന്ത് ചെയ്യുന്നു? ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നു. അതിനെന്താ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ലാർജ് കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നു യൂസിങ് എങ്ങനെയാണ്? അല്ലെങ്കിൽ ത്രൂ ദ പ്രോസസ് ഓഫ് യൂസിങ് ദ ടെക്നിക് ഓർ ത്രൂ ദ പ്രോസസ് ഓഫ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതാണ് 5th സ്റ്റെപ്പ്. അപ്പോൾ എന്താണ്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ നമ്മളിവിടെ പറയാം ഇവിടെ നമ്മളുടെ rDNA യൂസിങ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. PCR ഫുൾ ഫോമാണ് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം അതിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ലാർജ് കോപ്പീസ് ഓഫ് റീകോംബിനൻ്റ് DNA ഉണ്ടായി അല്ലേ. ഇനി നമുക്ക് ഇതിനെ എവിടേക്ക്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻസേഷൻ ഓഫ് റീകോംബിനൻ്റ് DNA ഇൻടു കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് സെൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയേണ്ടത് ദ ഹോസ്റ്റ് ഈസ് ദ ബാക്ടീരിയം. വി ഹാവ് ടു മേക്ക് ദ ബാക്ടീരിയം competent through the process of electroporation or heat shock method. ഓൾറെഡി പറഞ്ഞതാ, ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നിങ്ങളോട് ചോദിക്കുമ്പോൾ എക്സാമിന് അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് RDNA ഹോസ്റ്റിലേക്ക് മാറ്റണം? അതിന് മുമ്പ് ഹോസ്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കണം. അതിനുള്ള പ്രൊസീജിയർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ് പ്രൊസീജിയറിൻ്റെ പേര്? ഹീറ്റ് ഷോക്ക് മെത്തേഡ് ഓർ ഇലക്ട്രോപൊറേഷൻ. ഓക്കെ, ഇപ്പോൾ ഇത് എവിടെ എത്തിയിരിക്കുന്നു? എവിടെ എത്തി? RDNA ബാക്ടീരിയ ഹോസ്റ്റ് സെല്ലിൽ, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റ് സെല്ലിൽ എത്തി അല്ലേ. ഇനി ഇവിടെ നമ്മൾ ഈ ബാക്ടീരിയ വിത്ത് RDNA നമ്മൾ എന്ത് ചെയ്യുക? RDNA ആണ്. അപ്പോൾ ഈ ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുക. ന്യൂട്രിയൻ മീഡിയവും ഫുഡും അഗാറും ഒക്കെ കൊടുത്തിട്ട് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിന്ന് തീർന്നു അല്ലേ. നമ്മൾ ബാക്ടീരിയ എടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ട് കുറയും. അത് വളരുന്ന കൾച്ചർ മീഡിയയിലെ കണ്ടൻറ്റ്. അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് റീകോംബിനൻ്റ് DNA പ്രൊഡ്യൂസ് ചെയ്യാം. ആ റീകോംബിനൻ്റ് DNAയിൽ നിന്ന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനാണോ നമ്മളെടുത്ത ഡിസൈഡ് ജീനെങ്കിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻസ്, വാക്സിൻ ആയിട്ടുള്ള ജീനാണെങ്കിൽ അത്, ഏത് ജീനാണോ നമ്മളെടുത്തത് അത് കുറേ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതാണ് കൾച്ചർ മീഡിയ ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂസ് കൾച്ചറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൾച്ചർ മീഡിയം ആഡ് ചെയ്തിട്ട് ബാക്ടീരിയനെ കൾച്ചർ ചെയ്തിട്ട് പക്ഷേ എന്തുണ്ടാക്കുക? ഡിസൈഡ് പ്രൊഡക്റ്റ് കുറേ ഉണ്ടാക്കുക അല്ലേ, വാക്സിനോ. പക്ഷേ ഇതൊരു ലാർജ് ബൾക്ക് എമൗണ്ട് കുറേ വേണം. വേൾഡ് വൈഡ് ആയിട്ടുള്ള സ്പ്രെഡ് ചെയ്തിട്ടുള്ളൊരു ഡിസീസിനാണെങ്കിൽ നമുക്ക് കുറേ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഇൻ ദ ടിഷ്യൂ കൾച്ചർ മീഡിയം ഈസ് നോട്ട് റിക്വയർഡ്. നമുക്കത് മതിയാവില്ല. അപ്പോൾ നമ്മളതിനെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. ആ ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് ബയോറിയാക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം ഒപ്റ്റെയിനിങ്. അതായത് റീകോംബിനൻ്റ് DNA ഹോസ്റ്റലിൻ്റെ സഹായത്തോടു കൂടി കുറേ ഉണ്ടായി അല്ലേ. അതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഒപ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. സ്മോൾ സ്കെയിലിൽ അല്ലെങ്കിൽ ലാർജ് സ്കെയിലിൽ നമ്മൾ ഫോറിൻ ജീനിൻ്റെ നിന്ന്, അതായത് ഡിസൈഡ് ജീനിൽ നിന്നുള്ള പ്രൊഡക്റ്റ് നമ്മൾ
ഉണ്ടാക്കുന്നു. ഓക്കെ, യൂസിങ് അതെങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയിരിക്കാം. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്, ഇൻസ്ട്രുമെൻ്റാണ് ബയോറിയാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് ആരാണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് DNA എന്നുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അതെങ്ങനെയായിരിക്കും? സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. ലാർജ് സ്കെയിലിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ബയോറിയാക്ടർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. PCR ബയോറിയാക്ടർ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ പഠിക്കാത്ത 3 ടോപ്പിക്കുകളാണുള്ളത്. 4 ടോപ്പിക്ക്: ജെൽ ഇലക്ട്രോഫോറസിസ്, PCR, ബയോറിയാക്ടർ ആൻഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ബയോറിയാക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് 8th സ്റ്റെപ്പാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ പറയുമ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് പറയില്ല. പക്ഷേ 8th സ്റ്റെപ്പ് നമ്മൾ പ്രോസസ്സ് ഓഫ് rDNA ടെക്നോളജിയിലേക്ക് എഴുതിയിരിക്കണം. എന്നിട്ടാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റെപ്പ്? ടെക്സ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ പറയുകയാണ്. സ്റ്റെപ്സ് ആണ്: ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ, ദാറ്റ് മീൻസ് ഏതൊക്കെയാണ്? ഡോണർ DNA ഓർ വെക്റ്റർ DNA. നെക്സ്റ്റ് നമ്മൾ അവരെ കണ്ടുപിടിച്ച് ഐസൊലേറ്റ് ചെയ്തു. ഇനി അവരെന്ത് ചെയ്യണം? അവരിൽ നിന്ന് ഡിസൈഡ് പോർഷൻ, അതായത് ഡോണർ DNAയിൽ നിന്ന് ഡിസൈഡ് ജീനെ കട്ട് ചെയ്യണം. കട്ടിങ് ഓഫ് ഡോണർ DNA ആൻഡ് വെക്റ്റർ DNA അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ യൂസിങ് ദ റെസ്ട്രിക്ഷൻ ആൻഡ് ന്യൂക്ലിയേസ് എൻസൈം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തേ? ഈ റെസ്ട്രിക്റ്റ് ചെയ്ത, കട്ട് ചെയ്ത ഡോണർ DNA ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് വെക്റ്റർ DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാം ത്രൂ ദ പ്രോസസ് ഓഫ് ജെൽ ഇലക്ട്രോഫോറസിസ് ഓർ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇനിയിപ്പോൾ നമുക്ക് ഡോണർ DNA ആൻഡ് വെക്റ്റർ DNA ഫ്രാഗ്മെൻറ്റ്സ് ആയി. ഇവരെ തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് rDNA ഉണ്ടാക്കാം. അതിനുപയോഗിക്കുന്ന എൻസൈമാണ് മോളിക്കുലാർ gum, the enzyme which is known as molecular gum DNA ligase, and we get rDNA. ഇനി rDNA നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് പ്രൊസീജിയറാണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ലേ? അപ്പോൾ ആ പ്രൊസീജിയറിൻ്റെ പേരാണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് റിക്കോംബിനന്റ് DNA ഓർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ റിക്കോംബിനന്റ് DNA യൂസിങ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇനി നമുക്ക് rDNA എങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യണം? കോമ്പിറ്റിൻ്റെ ഹോസ്റ്റിലേക്ക്. പിന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ rDNAയിൽ നിന്നൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അത് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനും ഉണ്ട്, കുറച്ച് ഭാഗത്ത് മാത്രം സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് ബയോറിയാക്ടർ. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. 8 സ്റ്റെപ്പ് ഉണ്ട്. വൺസ് മോർ. ഫസ്റ്റ് വൺ, ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ, ഡോണർ DNA ആൻഡ് വെക്റ്റർ DNA. Cutting of donor DNA and vector DNA at a specific location using the enzyme restriction endonuclease. Separation of donor DNA and vector DNA fragments by agarose gel electrophoresis. Insertion of donor DNA into vector DNA to produce rDNA using the enzyme DNA ligase, which is known as molecular gum. And next, amplification of this gene of interest or recombinant DNA using polymerase chain reaction, and insertion of this rDNA into the competent host cell. Okay, then obtaining the foreign gene product, small scale and large scale, the instrument bioreactors are used, and the last step is downstream processing എന്താണെന്ന് വെച്ചാൽ all the processes, എല്ലാ പ്രോസസ്സും, അതായത് all the processes that a product ഉണ്ടായതിനു ശേഷമുള്ള അത് വിധേയമാവുന്ന എല്ലാ പ്രോസസ്സിനും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. all the processes that a product is being what is meant by downstream processing is all the processes that a product is being subjected. ഒരു പ്രൊഡക്റ്റ് വിധേയമാകുന്ന എല്ലാ പ്രോസസ്സും ബിഫോർ ഇറ്റ് ഈസ് മാർക്കറ്റിംഗ് ആസ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, അവസാനത്തെ പ്രൊഡക്റ്റായിട്ട് അത് മാർക്കറ്റിൽ ഇറങ്ങുന്നത് വരെ ആ പ്രൊഡക്റ്റിനെ വിധേയമാക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ rDNA ടെക്നോളജി. ഇനി ഓരോ സ്റ്റെപ്പും നമ്മൾ സിമ്പിളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വളരെ സിമ്പിളാണ്. ഒരു 4 പോയിൻ്റ് എക്സ്ട്രാ പഠിക്കണമെന്ന് മാത്രം. ഓക്കെ, ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് ഈസ് ഐസൊലേഷൻ ഓഫ് ഡോണർ DNA. ഇത് ഞാൻ പറഞ്ഞു തരേണ്ടി വരും. നമ്മൾ
ഫസ്റ്റ് RDNA ടെക്നോളജി ഇതൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല. ഐസൊലേഷൻ ഓഫ് ഡോണർ DNA ആൻഡ് വെക്ടർ DNA. ഓക്കെ, RNA ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഏതാണ് ഡിസൈഡ് ക്യാരക്ടർ ആയിട്ടുള്ള ഡോണർ, പിന്നെ അതിനിപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെക്ടർ ആരാണ്, അങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസൊലേഷൻ ഓഫ് ഡോണർ DNA ആൻഡ് വെക്ടർ DNA. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ പറയാൻ പോവാണ് എങ്ങനെയാണ് ഇത് ഐസൊലേറ്റ് ചെയ്യുക. ഇത് നമ്മൾ CBSE ബോർഡ് എക്സാമിന് പ്രാക്ടിക്കലിൽ വരുന്ന, നമുക്ക് പ്രാക്ടിക്കലി ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. DNA എങ്ങനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യും. നമ്മളൊരു പ്രൊസീജിയർ പഴത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ റോബസ്റ്റ് ബനാന ഉപയോഗിച്ചിട്ട് ചെയ്യാറുള്ള പ്രൊസീജിയറാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഡോണർ DNA ആയാലും വെക്ടർ DNA ആയാലും നമ്മൾ സെലക്ട് ചെയ്ത DNA എങ്ങനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐസൊലേറ്റ് നമ്മൾ ഏത് സെല്ലിൽ നിന്നാണോ ഡിസൈഡ് ചെയ്യാൻ എടുക്കേണ്ടത്, ബാക്ടീരിയൽ സെല്ലിൽ നിന്നായിരിക്കാം, പ്ലാന്റ് സെല്ലിൽ നിന്നായിരിക്കാം, ആനിമൽ സെല്ലായിരിക്കാം, ഫംഗൽ സെല്ലായിരിക്കും അല്ലേ. ഏത് സെല്ലാണോ ആ സെല്ല് നമ്മൾ ആ പ്ലാന്റ് മെറ്റീരിയൽ എടുക്കും. എന്നിട്ട് നമ്മളൊരു പിസ്റ്റൽ ആൻഡ് മോട്ടർ ഉപയോഗിച്ചിട്ട് അതിനെ ക്രഷ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതിനുശേഷം ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ സെൽ വോൾ, ബാക്ടീരിയയ്ക്ക് സെൽ വോൾ ഉണ്ട് അല്ലേ, ആ സെൽ വോളിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത്, ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ട്രീറ്റഡ് വിത്ത് ലൈസോസൈം. പ്ലാന്റ് സെല്ലാണ് എടുത്തിരുന്നെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റഡ് വിത്ത് സെല്ലുലേസ് എൻസൈം. ഫംഗൽ സെല്ലായിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ എടുത്തിരുന്നെങ്കിൽ അതിനെ കൈറ്റിനേസ് ഓർ ഫംഗസ് അല്ലേ. അപ്പോൾ ഫംഗസ് സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിനാണ്. അപ്പോൾ കൈറ്റിനെ ഡിഗ്രേഡ് ചെയ്യാനുള്ള, ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈം കൈറ്റിനേസ് എടുക്കും. ഓക്കെ, അപ്പോൾ അവരുടെ എന്താ ഉണ്ടാവുക, സെൽ വോളൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് പോയി. ഇനി സെല്ല് ബ്രോക്കൺ ചെയ്യണം അല്ലേ. എന്നിട്ട് DNA നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, അതിലുള്ള അതർ പാർട്ടിക്കിൾസ്, മാക്രോ മോളിക്യൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ്, RNA, പ്രോട്ടീൻസ്, പോളിസാക്രൈഡ്സ്, ലിപ്പിഡ്സ് അല്ലേ. അപ്പോൾ എന്താണ്, DNA മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതിലെ ബാക്കിയുള്ള മാക്രോ മോളിക്യൂൾസ് ആയിട്ടുള്ള പ്രോട്ടീൻ, RNA, പിന്നെ എന്താ പോളിസാക്രൈഡ്സ്, ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡൈജസ്റ്റ് ചെയ്ത് കളയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് RNA റിമൂവ് ചെയ്യാൻ വേണ്ടി വി ട്രീറ്റഡ് വിത്ത് റൈബോന്യൂക്ലിയേസ് എൻസൈം. പിന്നെ പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടിയേസ് എൻസൈം. പിന്നെ നമ്മളിത് ലിപ്പിഡിനെ ആണെങ്കിൽ ലിപ്പേസ് എൻസൈം. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്താണ് എൻസൈം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള മാക്രോ മോളിക്യൂൾസിനെയൊക്കെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ചിൽഡ് എഥനോൾ ആഡ് ചെയ്യും. അപ്പോൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള DNA precipitate as ഫൈൻ ത്രെഡായിട്ട് ഈ DNA മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐസൊലേഷൻ എന്നുള്ള പ്രൊസീജിയർ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒരു പിസ്റ്റൽ ആൻഡ് മോട്ടാർ ഉപയോഗിച്ചിട്ട് നമ്മളെന്താ ക്രഷ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ക്രഷ് ചെയ്ത മെറ്റീരിയലിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് DNA സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് അതിൻ്റെ സെൽ വോൾ കളയും അല്ലേ. ആനിമൽ സെല്ലാണെങ്കിൽ ഈ പ്രൊസീജിയർ ഇല്ല. സെൽ വോൾ കളയാനായിട്ട് പ്ലാന്റ് സെല്ലാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് സെല്ലുലേസ്. പിന്നെ ഫംഗൽ സെല്ലാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് കൈറ്റിനേസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഏത് സെല്ലായിരിക്കാം, നമ്മുടെ ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഏത് എൻസൈം, ലൈസോസൈം അല്ലേ. ലൈസോസൈം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സെൽ വോൾ പോവും. ഇനി ഇതിൻ്റെ സെല്ല് ബ്രോക്കൺ ചെയ്ത് ബാക്കിയുള്ള മാക്രോ മോളിക്യൂൾസിനെ കളയണം, റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് DNA പുറത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദ മെറ്റീരിയൽ ഈസ് ട്രീറ്റഡ് വിത്ത് ആരൊക്കെയായിട്ടാ, പ്രോട്ടിയേസ് എൻസൈം ടു റിമൂവ് പ്രോട്ടീൻ, ലിപ്പേസ് എൻസൈം ടു റിമൂവ് ലിപ്പിഡ്സ്. ഓക്കെ,
പിന്നെ ഏതായിരുന്നു RNA റിമൂവ് ചെയ്യാനായിട്ട് റൈബോ ന്യൂക്ലിയേസ് എൻസൈം. അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻസൈം ഉപയോഗിച്ചിട്ട് മാക്രോ മോളിക്യൂൾസിനൊക്കെ റിമൂവ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് DNA സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഈ മെറ്റീരിയൽ ഇതൊക്കെ പോയാൽ ഈ മെറ്റീരിയലിലേക്ക് ചിൽഡ് എഥനോൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ചിൽഡ് എഥനോൾ ആഡ് ചെയ്യുമ്പോൾ DNA ഒരു ത്രെഡ് പോലെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് DNA. ഈ DNA നമുക്കൊരു ത്രെഡ്, ഫൈൻ ത്രെഡായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഐസൊലേഷൻ ഓഫ് ഡോണർ. ഇതുപോലെ ഈ ഒരു മെത്തേഡിലൂടെ ഡോണർ DNA സെല്ലിനെയും പ്ലാസ്മിഡ് വെക്റ്റർ DNA സെല്ലിനെയും നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഞാനിത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഫസ്റ്റ് വി സെലക്ട് എ പ്ലാന്റ് വി സെലക്ട് എ സെൽ അല്ലേ, ഡോണർ DNA സെൽ ആൻഡ് ക്രഷ്ഡ് ഇറ്റ് യൂസിങ് പിസ്റ്റൽ ആൻഡ് മോട്ടാർ. പ്ലാന്റ് സെല്ലൊക്കെ ആണെങ്കിലാണ് കേട്ടോ, ഫംഗസ് ഒക്കെ ആണെങ്കിൽ. പിന്നെ എന്ത് ചെയ്യും? ഇതിനെ ട്രീറ്റഡ് വിത്ത് സെൽ വോൾ ഡിഗ്രേഡിങ് എൻസൈംസ് അല്ലേ. പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലൈസ്, ആനിമൽ സെല്ലാണെങ്കിൽ വേണ്ട, ഫംഗലാണെങ്കിൽ കൈറ്റിനേസ്, ബാക്ടീരിയ ആണെങ്കിൽ ലൈസോസൈം ഉപയോഗിച്ചിട്ട്. ദെൻ അതർ മെറ്റീരിയൽസൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് DNA മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അതിലെ മാക്രോ മോളിക്യൂൾസിനെ കളയാൻ വേണ്ടിയിട്ട് സ്യൂട്ടബിൾ എൻസൈം വിച്ച് ഈസ് ഡിഗ്രേഡ് ദ മാക്രോ മോളിക്യൂൾ. RNase ഫോർ റിമൂവിങ് RNA. പിന്നെ ഏതായിരുന്നു? പ്രോട്ടിയേസ് റിമൂവിങ് പ്രോട്ടീൻ. പോളിസാക്കറൈഡിനെ റിമൂവ് ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻസൈം ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ എല്ലാ കണ്ടൻറ്റിനെയും റിമൂവ് ചെയ്ത് കളയും, ഡൈജസ്റ്റ് ചെയ്ത് കളയും. എന്നിട്ട് നമുക്കതിലേക്ക് ചിൽഡ് എഥനോൾ ആഡ് ചെയ്യുമ്പോൾ DNA പ്രസിപ്പിറ്റേറ്റഡ് ആസ് ഫൈൻ ത്രെഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഏതാണ് എഴുതിയത്? സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് കട്ടിംഗ് ഓഫ് ഡോണർ DNA ആൻഡ് വെക്റ്റർ DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ യൂസിങ് REN അല്ലേ. സെലക്ട് ചെയ്ത ഇവിടെ നമ്മൾ ഡോണർ DNAനെയും വെക്റ്റർ DNAനെയും സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കട്ടിംഗ് ഓഫ് ഡോണർ DNA and vector DNA at specific locations using റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഇതെന്താണ് എന്നുള്ളത് നാം പഠിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഡോണർ DNAനെയും വെക്റ്റർ DNAനെയും നമ്മൾ സെയിം REN ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കൗണ്ടർ കട്ട് എൻഡ് അല്ലേ, സ്റ്റിക്കി എൻഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, അവരുടെ നെയിമിങ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RENs, അവരുടെ പാലൻഡ്രോമിക് സീക്വൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയേണ്ടത്? കട്ടിങ് ഓഫ് എങ്ങനെയാണ് ചെയ്യുക? സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആഡഡ് ടു ബോത്ത് ഡോണർ DNA ആൻഡ് വെക്റ്റർ DNA. ആ ഫിഗർ ഓർമ്മയുണ്ടല്ലോ, rDNA ടെക്നോളജി നമ്മൾ ആ ഫിഗർ ഞാൻ പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ. കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു DNA ഉണ്ടാക്കുന്നത്, rDNA ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നുണ്ട്. ആക്ഷൻ ഓഫ് REN പറഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് അല്ലേ. അപ്പോൾ അത് മനസ്സിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് എന്ത് ചെയ്യും? ഡോണർ DNAയിലും വെക്റ്റർ DNAയിലും സെയിം REN ഇട്ട് കൊടുക്കും. ദിസ് ഡോണർ ആൻഡ് വെക്റ്റർ DNAയിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റ് ഓർ പാലൻഡ്രോമിക് സീക്വൻസസ് റെക്കഗ്നൈസ് ചെയ്യും ആൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതവിടെ ബൈൻഡ് ചെയ്യും. ആൻഡ് മേക്ക് റെസ്ട്രിക്ഷൻസ് നോട്ട് ഇൻ ദ സെൻറ്റർ ബട്ട് ലിറ്റിൽ അവേ ഫ്രം ദ സെൻറ്റർ ഇൻ ബിറ്റ്വീൻ ടു സെയിം നൈട്രജൻ ബേസ് ഇൻ ബോത്ത് സ്ട്രാൻഡ് വിച്ച് മേക്ക് എ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്റ്റിക്കി എൻഡ് ഇൻ ബോത്ത് donor DNA and vector DNA, and these sticky ends facilitate the action of DNA ligase enzyme which is known as molecular gum and initiates the hydrogen bond formation. Okay, and with the help of enzyme അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. എന്താ പറഞ്ഞത്? ഇൻസേഷൻ ഓഫ് ഡിസൈഡ് DNA and foreign DNA or donor DNA into vector DNA and formation of rDNA. അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത്രയും പോയിൻറ്റ്സ് ആണ് പറയാനുള്ളത്. ക്ലിയർ ആയി അല്ലേ? കട്ടിംഗ് ഓഫ് ഡോണർ DNA ആൻഡ് വെക്റ്റർ DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ യൂസിങ് REN. അപ്പോൾ RENൻ്റെ ആക്ഷനൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇനി അടുത്തത് നമ്മൾ തേർഡ് സ്റ്റെപ്പായിട്ട് പറഞ്ഞത് സെപ്പറേഷൻ ഓഫ് ഡോണർ ആൻഡ് വെക്റ്റർ DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ തേർഡ് സ്റ്റെപ്പ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്.
ഇതിലെന്താ എഴുതാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അതിൻ്റെ ആക്ഷൻ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. നിങ്ങൾ പഠിക്കുക കേട്ടോ, ഈ പറഞ്ഞ പോയിൻറ്റ്സ് പഠിക്കുക. മൂന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നു? സെപ്പറേഷൻ ഓഫ് donor DNA and vector DNA by എങ്ങനെയാണ്? ഡോണർ ആൻഡ് വെക്ടർ DNA ബൈ വെക്ടർ DNA ഫ്രാഗ്മെൻറ്റ്സ് എന്ന് എഴുതണം കേട്ടോ. ഫ്രാഗ്മെൻറ്റ്സ് ത്രൂ അല്ലെങ്കിൽ ബൈ അഗാറോസ് ബൈ DNA fragments through agarose gel electrophoresis. ഓക്കെ, ഇനി എന്താണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ചെയ്യാൻ വേണ്ട റിക്വയർമെൻറ്റ്സ് ആദ്യം പറയാം, എന്നിട്ട് നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കാം. റിക്വയർമെൻറ്റ്സ് ആണ് അഗാറോസ് ജെല്ല് വേണം. ഓക്കെ, ഇലക്ട്രോഫോറസിസിന് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യണം. ഓക്കെ, പിന്നെ എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ വേണം. UV റേഡിയേഷൻസ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്. ഇത് വെച്ചിട്ട് നമ്മളൊരു ഡെഫിനിഷൻ പറയും. വാട്ട് ഈസ് മെൻ ബൈ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്? ഓക്കെ, എന്താണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയാൻ പോവാണ്. Agarose gel electrophoresis is a technique which is used to separate the DNA fragment based on their size. സൈസിൻ്റെ ബേസിസിൽ നിന്ന് പ്രത്യേകിച്ച് പറയണം. Using agarose gel, ethidium bromide stain and applying electricity and UV radiation. Okay, ഒന്നുകൂടെ പറയാം. അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് is a technique which is used to separate DNA fragments based on their size using agarose gel, ethidium bromide stain, UV radiation and applying electricity. അപ്പോൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രോളിസിസ് ചെയ്യാറുണ്ട് അല്ലേ? ഹൈഡ്രജൻ സൾഫ്യൂറിക് ആസിഡ് H2SO4 എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെ നമുക്ക് അതിൻ്റെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം. എങ്ങനെ വേണ്ടിയാ? H2SO4 നമ്മൾ ഒരു സൊല്യൂഷനായിട്ട് എടുത്തു, അതിന് അല്ലേ ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. എന്നിട്ട് അതിലേക്ക് ഒരു കാഥോഡ് ആൻഡ് ആനോഡ് കണക്ട് ചെയ്ത് കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലേ, നെഗറ്റീവ് ഇലക്ട്രോഡ്, ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്യും. ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ H+ അയോൺ അല്ലേ, H2SO4 സെപ്പറേറ്റ് ചെയ്തിട്ട് H+ അയോൺസ് എങ്ങോട്ട് പോകും? പോസിറ്റീവ് ചാർജുള്ള H+ അയോൺ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും കാഥോഡിലേക്കും. SO4 മൈനസ് അയോൺസ് എങ്ങോട്ട് പോകും? മൈനസ് ആനോഡിലേക്കും പോകും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അഗാറോസ് ജെൽ എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് കണ്ടെയ്നർ, അതിൽ കുറച്ച് വെൽസ് ഉണ്ടായിരിക്കും. ആ വെൽസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട DNA ഫ്രാഗ്മെൻറ്റ്സിന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ കണ്ടീഷനിൽ ആ ട്രേയിൽ മുഴുവൻ നമ്മൾ എന്ത് ഉണ്ടായിരിക്കും? അഗാറോസ് ജെൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിനെ കാഥോഡ് ആൻഡ് ആനോഡായിട്ട് കണക്ട് ചെയ്തിട്ട് കാഥോഡ് ഉണ്ടായിരിക്കും, ആനോഡ് ഉണ്ടായിരിക്കും. പോസിറ്റീവ് അതിൽ ഒരു സൈഡിൽ പോസിറ്റീവ് ഇലക്ട്രോഡും നെഗറ്റീവ് ഇലക്ട്രോഡും. എന്നിട്ട് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യും. ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഈ DNA ചാർജ് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ് DNA എങ്ങോട്ട് മൂവ് ചെയ്യുക? ഓൾവേസ് മൂവ് ടുവേഴ്സ് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ആനോഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റി ഡിഷ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൽ അഗാറോസ് ജെൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ കുറച്ച് വെല്ലുണ്ട്, കുഴികൾ. അതിൽ നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ്സ് ഇട്ട് കൊടുക്കും. ഒരു സൈഡ് പോസിറ്റീവ് അപ്പോൾ നമ്മൾ ആ DNA ഇട്ടിട്ടുള്ള വെല്ലിൻ്റെ ഭാഗത്ത് ഏത് ഇലക്ട്രോഡായിരിക്കും? നെഗറ്റീവ് ഇലക്ട്രോഡും കണക്ട് ചെയ്തു. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലുള്ള ഇലക്ട്രോഡ് ഏതാണ്? ആനോഡായിട്ടും കണക്ട് ചെയ്തു. ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ വെൽസിൽ എടുത്തിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യും. എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക? നെഗറ്റീവ് ചാർജുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് എങ്ങോട്ട് മൂവ് ചെയ്യും? പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യും.
അപ്പോൾ ബേസ്ഡ് ഓൺ ദർ സൈസാണ് സെപ്പറേറ്റ് ചെയ്യുക. ഏറ്റവും വേഗം സ്മോൾ സൈസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ് വേഗത്തിലെത്തുക. ഓക്കെ, അറിയാലോ, ഒരു റണ്ണിങ് കോമ്പറ്റീഷനിൽ പോകുമ്പോൾ സൈസ് കൂടിയ ആളെക്കാട്ടും സൈസ് കുറഞ്ഞ ആളാണ് വേഗത്തിലെത്തുക അല്ലേ. അപ്പോൾ സൈസ് കുറഞ്ഞ ആൾ വേഗം ആനോഡിലെത്തും. ഓക്കെ, അപ്പം നമുക്ക് ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് ഇങ്ങനെ സൈസിൻ്റെ ബേസിസിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കും. ഇനി സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന സ്റ്റെയിൻ ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, എത്തീഡിയം ബ്രോമൈഡിൽ അതിനെ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം UV റേഡിയേഷന് മുന്നിൽ അതിനെ എക്സ്പോസ് ചെയ്യുക. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് ഓറഞ്ച് കളേർഡ് ബാൻഡായിട്ട് നമുക്ക് വിസിബിൾ ആവും. ഈ ഓറഞ്ച് കളേർഡ് ബാൻഡിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആ ജെൽ ഇലക്ട്രോഫോറസിസിൽ നിന്ന്, ആ കണ്ടീഷനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിമൂവ് ഓഫ് ബാൻഡ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് അല്ലേ. അതിനെ പറയുന്ന പേരാണ് എലൂഷൻ. അപ്പോൾ ഇത്രയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഈസ് എ ടെക്നിക് which is used to separate DNA fragments based on their size അല്ലേ, based on their size. Agarose gel electrophoresis is a technique which is used to separate DNA fragments based on their size. Okay, using agarose gel medium, then ethidium bromide stain, UV radiation, and last one ഒരാളും കൂടി ഉണ്ടല്ലോ, അപ്ലൈയിങ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്? അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഈസ് എ ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദ സൈസ് യൂസിങ് അഗാറോസ് ജെൽ, എത്തീഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ, UV radiation, and applying electricity. Clear? Okay. So what is meant by gel electrophoresis? Gel electrophoresis is a technique which is used to separate DNA fragments based on their size using ethidium bromide, agarose gel, ethidium bromide stain, and applying electricity. Okay. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഫസ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രൊസീജിയർ ഫസ്റ്റ് the DNA fragments are taken in the well of the agarose gel electrophoresis plot, and the plot contain agarose gel, and we put the DNA fragments in these wells, and this agarose gel condition plot is with the well is connected with a positive electrode and a negative electrode, and DNA the wells are placed near the cathode negative electrode part region, and opposite anode is connected. Okay, then when electricity applied, the DNA fragments in the well move towards the positive electrode anode because they are negatively charged, and they are moved on the basis of their size. That means small sized one separated first. Okay, now these separated DNA fragments, this setup is stained with ethidium bromide stain, and after staining this condition is exposed to UV radiation. Now the separated DNA fragments are seen as orange colored bands. Okay, clear? This is the procedure involved in gel electrophoresis. Clear ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കണ്ടീഷൻ. ഇതൊക്കെ ഉണ്ടോ? ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് ഓക്കെ കണക്ട് ചെയ്യും. ഇവിടെയാണ് നെഗറ്റീവ്. ഇവിടെ വെല്ലുണ്ടെന്ന് വിചാരിക്കുക. അതായത് കുറച്ച് വെല്ലെടുത്തിട്ട് കുഴികൾ, അതിലേക്ക് നമ്മൾ എന്തെടുക്കും? DNA ഫ്രാഗ്മെൻറ്റ്സ് ഇട്ട് കൊടുക്കും അല്ലേ. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഇലക്ട്രോഡായിരിക്കും, കാഥോഡായിരിക്കും. അപ്പോൾ അതായത് DNA ലൊക്കേറ്റ് ചെയ്യുന്നത് DNAയുടെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്താൽ ഇതിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇതെവിടെയാണ്? നെഗറ്റീവ് ഇലക്ട്രോഡ് ഇവിടെ ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണോ DNAൻ്റെ വെല്ലുള്ളത് ആ ഭാഗത്ത് കാഥോഡ് കണക്ട് ചെയ്യുക, ഓപ്പോസിറ്റ് ഭാഗത്ത്
ഇപ്പോൾ ഇവിടെ വെല്ലണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ്, കാഥോഡ് ഇവിടെ പോസിറ്റീവ്. അപ്പോൾ ഇവിടെയാണ് വെല്ല് എടുത്തേക്കുന്നത്, ഡി എൻ എ ഉള്ള വെൽസ് എടുത്തേക്കുന്നത് ഇവിടെ ഈ പോർഷനിൽ. അപ്പോൾ ഇതായിരിക്കും ആനോഡ്. ഇനി ഇതിൽ മുഴുവൻ അഗാറോസ് ജെല്ലാണ്, അഗാറോസ് ജെൽ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഈ വെല്ലുള്ള ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ? പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ആരാണ്? കാഥോഡ്. ഓക്കെ, ഇവിടെ വെല്ലിൽ നമ്മൾ ആരെടുത്തിട്ടുണ്ട്? ഡി എൻ എ. ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുക? ബേസ്ഡ് ഓൺ ദർ സൈസ്. അപ്പോൾ ഫസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? സ്മോളർ സൈസ്ഡ് വൺ അല്ലേ? ഇനി ഈ ഒരു കണ്ടീഷനെ ഇതിന് മുകളിലേക്ക് യു വി റേഡിയേഷൻ എക്സ്പോസ് ചെയ്യും. യു വി റേഡിയേഷൻ എക്സ്പോസ് ചെയ്യുമ്പോൾ സെപ്പറേറ്റഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ഇങ്ങനെ ഓറഞ്ച് ബാൻഡായിട്ട് കാണാൻ പറ്റും. ഇത് ഓറഞ്ച് ആണോ? ഓറഞ്ച് ബാൻഡായിട്ടാണ് കാണപ്പെടുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഏത് എത്തീഡിയം ബ്രോമൈഡിൽ സ്റ്റെയിൻ ചെയ്തിട്ടാണ് ഈ കണ്ടീഷനെ ഏതിലാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്? എത്തീഡിയം ബ്രോമൈഡിൽ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം യു വി എക്സ്പോസ് ടു ഈ കണ്ടീഷനെ യു വി റേഡിയേഷനിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇത് ഏത് കളേർഡ് ബാൻഡായിട്ട് കാണപ്പെടും? ഓറഞ്ച് കളേർഡ് ബാൻഡായിട്ട് കാണപ്പെടും. ഓക്കെ, അപ്പോൾ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് ക്യാൻ ബി സീൻ ആസ് ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് when they are stained with ethidium bromide and exposed to UV radiation. Okay, and these DNA bands എവിടെ നിന്നാണ് കട്ട് ചെയ്തിരിക്കുന്നത്? കട്ട് ഔട്ട് ഫ്രം അഗാറോസ് ജെൽ അല്ലേ? അഗാറോസ് ജെല്ലിൽ നിന്ന് ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് എലൂഷൻ. ആൻഡ് ദിസ് പ്രൊസീജിയർ ഈസ് നോൺ ആസ് എലൂഷൻ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഒരു 8 സ്റ്റെപ്പിൽ 3ാമത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു? അപ്പോൾ ഞാനിവിടെ എഴുതുന്നില്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്ത ഡി എൻ എനെ RNA ഉപയോഗിച്ചിട്ട് ഈ റെസ്ട്രിക്റ്റ് ചെയ്ത ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിനെ ഇതാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസിലെ ആ കണ്ടീഷൻ. ഇതിൽ വെൽസ് ഉണ്ട് കുറച്ച്, ഇതൊക്കെ ഉണ്ടാവും 1 2 3 4 എന്ന് എഴുതിയിട്ടുള്ള വെൽസ്. അതിലേക്ക് ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ്ലി ചാർജ് DNA is a negatively charged molecule, hence it has a tendency to move towards the positive charge electrode anode, and these fragments are separated based on their size. Smaller size DNA fragments are separated first. Okay, and this condition with the fragmented separated DNA fragments in the agarose gel is stained with the ethidium bromide, and after staining they are exposed to UV radiation. Then the separated DNA fragments are seen as bright orange colored bands, and these bands, DNA bands, are cut out from the agarose gel, and this procedure is known as elution. Okay, clear ആയല്ലോ? ഇത്രയും ക്ലിയർ ആയി അല്ലേ? നെക്സ്റ്റ് 4th step is insertion of desired DNA fragment or foreign DNA fragment or aligned DNA fragment into vector DNA fragment, and the formation of recombinant DNA using the enzyme which is known as molecular gum DNA ligase അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു donor DNA fragments and vector DNA fragments which are cut by which are made by using the restriction endonuclease, and these are separated through the process of gel electrophoresis. Donor fragments and vector DNA fragments are separated through the process of gel electrophoresis, and after gel electrophoresis we get DNA fragments, and these DNA fragments are cut out from this agarose gel, and the process is known as solution. Okay, after that the donor DNA fragment is inserted into the vector DNA fragment. The
both the fragments are made by using the same restriction endonuclease. Both have a complementary counterpart. അല്ലേ? Donor DNA fragment also vector DNA fragment have a complementary counterpart, sticky end, and the sticky end facilitates the action of DNA ligase enzyme and also develop a hydrogen bond between them. ഓക്കെ, ദസ് എ റീകോമനൻറ്റ് DNA is formed. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൽ പറഞ്ഞതാണ് അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്കൊരു എന്ത് കിട്ടും? റീകോമനൻറ്റ് DNA കിട്ടും. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഇതൊരു ഫോർത്ത് സ്റ്റെപ്പ് നമ്മളെ ടെക്സ്റ്റിലൊരു സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ കൂടെ കട്ടിങ് ഓഫ് DNA സ്പെസിഫിക് ലൊക്കേഷനിൽ തന്നെ ഒരു അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഇതൊരു മെയിൻ പോയിൻ്റാണ് ഫോർമേഷൻ ഓഫ് DNA. അപ്പോൾ നമ്മളൊരു ഫോർത്ത് സ്റ്റെപ്പായിട്ട് സെപ്പറേഷൻ എന്നുള്ളത് തന്നെ ഒരു സ്റ്റെപ്പായിട്ട് കൊടുത്തു. പിന്നെ ഫോർമേഷൻ ഓഫ് RDNA ഒരു ഫോർത്ത് സ്റ്റെപ്പായിട്ട് കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാനായിട്ട്. എന്താണ് ഇൻസേഷൻ ഓഫ് ഡോണർ DNA fragments which are get through the process of gel electrophoresis into vector DNA which are also get through the process of gel electrophoresis, and these are linked together to form a rDNA with the help of enzyme. The enzyme is known as molecular gum. ഏതാണ് molecular gum എന്നറിയപ്പെടുന്ന എൻസൈം? DNA ligase. അതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് യോജിച്ചിട്ട് കൂടിച്ചേർന്ന് എന്തായിട്ട് മാറും? ഒരു റീകോമനൻറ്റ് DNA ഉണ്ടാകും. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് steps in the process is amplification of gene of interest using അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഓഫ് റീകോമനൻറ്റ് DNA യൂസിങ് PCR. അതായത് ഏതൊരു സ്മോൾ പീസ് ഓഫ് DNA ആയാലും അതിപ്പോൾ ഇവിടെ നമ്മൾ ആ റീകോമനൻറ്റ് DNA ഇതിന് വേണ്ടിയിട്ട് റീകോമനൻറ്റ് DNA നമ്മൾ ഈ പ്രൊസീജിയർ വഴി rDNA ടെക്നോളജി വഴി ഉണ്ടാക്കിയ റീകോമനൻറ്റ് DNAയിൽ നിന്ന് നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യനിലെ ആൻസറാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റീകോമനൻറ്റ് DNA ആംപ്ലിഫൈ ചെയ്ത് ക്ലോണിങ് ചെയ്ത് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാകുന്നത്? ത്രൂ ദ പ്രോസസ് ഓഫ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓക്കെ, ഇനി അതാണ് നമ്മൾ നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓർ ക്ലോണിങ് എന്നൊക്കെ പറയും. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ജീനോ ആയിരിക്കാം കേട്ടോ. നമുക്ക് ഡോണർ DNA ആയിരിക്കാം, വെക്ടർ DNA ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള rDNA ആയിരിക്കും. എന്തുപയോഗിച്ചിട്ടായാലും ഏത് പോർഷൻ ഓഫ് DNA ഓർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആയാലും, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഇവിടെ നമ്മൾ പറയുന്നത് rDNA using the process polymerase chain reaction. Explain PCR. എന്താ PCR എന്ന് പറഞ്ഞാൽ? PCR means polymerase chain reaction. ഓക്കെ, ഈ റിയാക്ഷൻ വഴിയാണ് നമ്മൾ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് rDNA ഉണ്ടാക്കുന്നത്. ഓക്കെ, കുറേ കോപ്പീസ് ഓഫ് rDNA ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, നമ്മളെ COVID-19 ഒക്കെ വന്നിരുന്നപ്പോൾ നമ്മൾക്ക് സിംറ്റംസ് കഫ് കോൾഡ് ഒക്കെ വന്നാൽ, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വന്നാൽ, ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? കോവിഡ് ഉണ്ടോ എന്നറിയാനായിട്ട് നമ്മളൊരു ടെസ്റ്റ് ചെയ്യും അല്ലേ? സാധാ ഒരു ടെസ്റ്റ് അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ആൻറ്റിജൻ ടെസ്റ്റ്. ആൻഡ് 2 ദിവസമൊക്കെ പിടിക്കുന്നതാണ് RT-PCR. അതായത് ആൻറ്റിജൻ ടെസ്റ്റിൽ ഈ അസുഖമൊക്കെ വന്ന് ഏതാണ് കൊറോണ വൈറസ് നമ്മളെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് കുറേ ആകുമ്പോൾ മാത്രമാണ്, അതിൻ്റെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ടെസ്റ്റ് റിസൾട്ടും പോസിറ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഏർലി സ്റ്റേജസ് ആണ്. അതായത് ഈ കൊറോണ വൈറസ് നമ്മളെ ബോഡിയിൽ എത്തിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നമ്മളെ ബോഡിയിലെത്തി. ഓക്കെ, അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊളനൈസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്, സിംറ്റംസ് ഉണ്ടാവില്ല, നമുക്ക് ആൻറ്റിജൻ ടെസ്റ്റിൽ പോസിറ്റീവ് ആവില്ല. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റ് ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആൻറ്റിജനിൽ നെഗറ്റീവായൊരു RT-PCR ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവാറുണ്ട്. അതിന് കാരണം എന്താ? അതായത് വളരെ കുറച്ച് കുറേ ഉണ്ടായാലാണ് ആൻറ്റിജൻ ടെസ്റ്റ് പോസിറ്റിവിറ്റി കാണിക്കുള്ളൂ. പക്ഷേ വളരെ കുറച്ച് കൊറോണ വൈറസ് നമ്മൾ ബോഡിയിൽ എത്തിയാലും അതിന് നമ്മൾ ഈ PCR ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്താൽ
എന്താണ് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും ഇല്ല എന്നല്ലേ, ആൻറ്റിജൻ ആവുമ്പോൾ നെഗറ്റീവ് റിസൾട്ടാണ്. പക്ഷേ RT-PCR ഉപയോഗിച്ചിട്ട് ഇതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ വൈറസിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏർലി ഡയഗ്നോസിസ് ഓഫ് എ ഡിസീസ് ഈസ് പോസിബിൾ ത്രൂ, അതെന്താണ് വന്ന് സിംറ്റമായിട്ട് കുറേ കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനായിട്ടും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഈ അസുഖം നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഒക്കെ സുഖമായിരിക്കും. ഓക്കെ, ഡയഗ്നോസിസ് അല്ല ട്രീറ്റ്മെൻറ്റ് സുഖമായിരിക്കും, അസുഖം എളുപ്പത്തിൽ മാറ്റാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് polymerase chain reaction. Okay, the next step is amplification of gene of interest using polymerase chain reaction. Okay, അപ്പോൾ എന്താണ് polymerase chain reaction എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു പോളിമറൈസ് ചെയിൻ റിയാക്ഷന് ഒരു പോളിമറൈസ് ചെയിൻ മെഷീൻ തെർമൽ സൈക്ലർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓക്കെ, ആ ഇൻസ്ട്രുമെൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ്, അതിന് ശേഷം നമുക്ക് ആ പ്രോസസ്സ് പഠിക്കാം. ഓക്കെ, ഇതാണ് PCR മെഷീൻ തെർമൽ സൈക്ലർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഈ ഇൻസ്ട്രുമെൻറ്റിൽ എന്ത് പ്രൊസീജിയറാണ് നടക്കുന്നത് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ 3 സ്റ്റെപ്പാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിനാച്ചുറേഷൻ, സെക്കൻഡ് അനീലിംഗ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റൻഷൻ. ഓക്കെ, എന്താണ് എക്സ്റ്റൻഷൻ? ക്ലിയർ ആയല്ലോ. അപ്പോൾ ഏതൊക്കെയാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്സ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിനാച്ചുറേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അനീലിംഗ്, തേർഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റെപ്പ് കൂടിയതാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ഫസ്റ്റ് പറയാം അല്ലേ. എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് ദ സിന്തസിസ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ rDNA ഇൻ വിട്രോ. വിട്രോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു റൂം ടെമ്പറേച്ചറിലൊന്നല്ല ചെയ്യുക, ലബോറട്ടറി കണ്ടീഷനിൽ സ്റ്റെറൈലായിട്ടുള്ള ഒരു ആംബിയൻസിലായിരിക്കും ടിഷ്യൂ കൾച്ചർ ലാബിലായിരിക്കും, നമ്മൾ ബയോടെക്നോളജി ലാബിലായിരിക്കും ചെയ്യുക. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് ഇൻ വിട്രോ. എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് 2 സെറ്റ് ഓഫ് പ്രൈമർ ആൻഡ് ഓൾസോ ദ എൻസൈം DNA പോളിമറൈസ് എൻസൈം ടാക് പോളിമറൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ? ബൈ ഹാർട്ട് പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിക്കുക. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് ദ എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയാം. ആ ഡെഫിനിഷൻ നമുക്ക് മുകളിൽ എഴുതാം കേട്ടോ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ സ്റ്റെപ്പാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ്റെ സ്റ്റെപ്സാണ് ഇപ്പോൾ മെൻഷൻ ചെയ്തത്. ഇനി നമുക്കൊരു ഡെഫിനിഷൻ പറയാം, PCR-ൻ്റെ ഡെഫിനിഷൻ. PCR ഈസ് ദ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. PCR ഓർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് ദ ഫുൾ ഫോം ചെയ്തണം കേട്ടോ. ഈസ് ദ സിന്തസിസ് ഓഫ് multiple copies of gene of interest or rDNA ഇൻ വിട്രോ. എവിടെയാണിത്? ഒരു ടിഷ്യൂ കൾച്ചർ ലാബിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബയോടെക്നോളജി ലാബിൽ. വിട്രോ യൂസിങ് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? യൂസിങ് 2 sets of primers, 2 സെറ്റ് പ്രൈമറും ആൻഡ് ഓൾസോ ദ എൻസൈം ആൻഡ് ഓൾസോ ദ DNA പോളിമറൈസ് എൻസൈം. എന്താ DNA പോളിമറൈസ് എൻസൈമിന് പറയുന്ന പേര്? തെർമസ് അക്വാട്ടിക്കസ് എന്നുള്ള ബാക്ടീരിയത്തിൽ നിന്നെടുത്തിട്ടുള്ള DNA പോളിമറൈസ് എൻസൈമാണ് ടാക് പോളിമറൈസ്. എന്തുകൊണ്ടാണ് ഇതിനെ ടാക് എന്ന് പോളിമറൈസ് എന്ന് പറയാൻ കാരണം? തെർമസ് അക്വാട്ടിക്കസ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ദ ബാക്ടീരിയ തെർമസ് അക്വാട്ടിക്കസ് ടാക് പോളിമറൈസ് എന്ന് പറയാൻ കാരണം എന്താണ്? These polymerase enzyme is extracted from the bacterium which is found in the hot springs. ഏത് ബാക്ടീരിയാസ് ആണ്? തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഹോട്ട് സ്പ്രിങ്സിൽ സാധാരണ എൻസൈംസ്
ഹൈ ടെമ്പറേച്ചറിൽ ഡിഗ്രേഡ് ചെയ്ത് പോകും അല്ലേ. ഈ ടാഗ് പോളിമറൈസിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ദിസ് എൻസൈം ഈസ് ആക്റ്റീവ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബാക്ടീരിയം വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഏതാണ് ആ ബാക്ടീരിയം? തെർമസ് അക്വാറ്റിക്കസ്. നമ്മൾ കഴിഞ്ഞ വർഷം ആർക്കി ബാക്ടീരിയയിൽ പഠിച്ചിരുന്നു ദ ബാക്ടീരിയാസ് വിച്ച് ഫൗണ്ട് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ് സച്ച് ആസ് സോൾട്ട്, സലൈൻ, മാർഷി, കോൾഡ് എക്സെട്ര അല്ലേ, ഹോട്ട്. അത് ആ ആർക്കി ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്ന തെർമസ് അക്വാറ്റിക്കസ്. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള പോളിമറൈസ് എൻസൈം ആണ് ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് ദ സിന്തസിസ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ റിക്കോമൻഡ് DNA ഇൻ വിട്രോ യൂസിങ് ആരൊക്കെ ഉപയോഗിച്ചിട്ടാണ്? 2 sets ഓഫ് പ്രൈമർ. എന്താണ് പ്രൈമർ എന്ന് പറയാം? ആൻഡ് ദ എൻസൈം DNA പോളിമറൈസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിനാച്ചുറേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അനീലിംഗ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റെൻഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഡിനാച്ചുറേഷൻ, എന്താണ് അനീലിംഗ്, എന്താണ് എക്സ്റ്റെൻഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ എന്തായിരുന്നു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് ദ synthesis of multiple copies of gene of interest or ഇനി എന്താ പറഞ്ഞാൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ആരെയായിരുന്നു? റിക്കോമനൻ്റ് DNA അല്ലേ. റിക്കോമനൻ്റ് DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുക യൂസിങ്. അതെവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻ വിട്രോ കണ്ടീഷനിൽ യൂസിങ് 2 സെറ്റ് പ്രൈമറും DNA പോളിമറൈസ് എൻസൈമായിട്ടുള്ള ടാഗ് പോളിമറൈസ് എൻസൈമും ഉപയോഗിച്ചിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ പ്രൊസീജിയർ പഠിക്കാൻ പോവുക. അതിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിനാച്ചുറേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അനീലിംഗ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റെൻഷൻ. ഇതാണ് ഡിനാച്ചുറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ ഡിനാച്ചുറേഷൻ? ഡിനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ. ഡിനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ DNA ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ് അല്ലേ. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഈ rDNA. അപ്പോൾ എന്ത് ചെയ്യുക? 2 സ്ട്രാൻഡും സെപ്പറേറ്റ് ചെയ്യും. ഈ സെപ്പറേഷൻ ഓഫ് DNA സ്റ്റാൻഡ് അപ്ലൈയിങ് അല്ലെങ്കിൽ ഹീറ്റിംഗ് വിത്ത് ഹൈ ടെമ്പറേച്ചർ അപ് ടു 94 degrees Celsius ഈസ് നോൺ ആസ് ഡിനാച്ചുറേഷൻ. ഓക്കെ, അപ്പോൾ DNA-ൻ്റെ 2 സ്റ്റാൻഡിനെയും ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആ 2 സ്റ്റാൻഡും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ഡിനാച്ചുറേഷൻ. എങ്ങനെയാണ് ഡിനാച്ചുറ ചെയ്യുന്നത്? നമ്മൾ ആ DNA-നെ 94 degrees Celsius ഹീറ്റ് ചെയ്തിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിനെയാണ് ഡിനാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് അനീലിംഗ്. അനീലിങ്ങിന് യൂസ് ചെയ്യുന്നത് 2 sets ഓഫ് അനീലിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു റിക്വയർമെൻ്റ് ആണ് 2 sets ഓഫ് പ്രൈമർ. ഓക്കെ, തേർഡ് സ്റ്റെപ്പാണ് എക്സ്റ്റെൻഷൻ. എക്സ്റ്റെൻഷൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന നമ്മുടെ ഏത് എൻസൈം? ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന ഏതാണ് എൻസൈം? ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പേര് അല്ലേ. ഇറ്റ് ഈസ് എ DNA-നെ പോളിമറൈസ് ചെയ്യുന്ന എൻസൈമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡിനാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മൾ rDNA-നെ അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിനെ ഹൈ ടെമ്പറേച്ചറിൽ 94 degrees Celsius ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ 2 സ്റ്റാൻഡും സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് അനീലിംഗ്. അനീലിങ്ങിനാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് സ്റ്റെപ്പാണ് എക്സ്റ്റെൻഷൻ. എക്സ്റ്റെൻഷനാണ് നമ്മൾ DNA പോളിമറൈസ് എൻസൈമായിട്ടുള്ള ടാഗ് പോളിമറൈസ് എൻസൈം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അനീലിംഗ് ഈസ് ദ എന്താണ് അനീലിംഗ് എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അനീലിംഗ് ഈസ് ദ ജോയിനിങ് ഓർ അറ്റാച്ച്മെൻറ്റ് ഓഫ് 2 പ്രൈമേഴ്സ്. ഇതാണ് പ്രൈമർ. ഈ 2 പ്രൈമറിനെയും 3' എൻഡിൽ നോക്കുക. ഈ സെപ്പറേറ്റഡ് സ്റ്റാൻഡിൻ്റെ ഈ സ്റ്റാൻഡാണ് സെപ്പറേറ്റഡ് DNA-യുടെ 5' 3' സ്റ്റാൻഡ്. ഇതതിൻ്റെ എന്താണ് കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് 3' 5' സ്റ്റാൻഡ് അല്ലേ. അപ്പോൾ 3' എൻഡിൽ പ്രൈമറിന് ഇതിൻ്റെ 3' എൻഡിൽ പ്രൈമറിന് അറ്റാച്ച് ചെയ്തു. നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് 3' എൻഡിൽ അറ്റാച്ച് ചെയ്തു?
പ്രൈമറിനെ അറ്റാച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത 2 സ്റ്റാൻഡ്, ഈ 2 സ്റ്റാൻഡിൽ ഒന്ന് 5' 3' ഡയറക്ഷനിലും അടുത്തത് 3' 5' ഡയറക്ഷനിലായിരിക്കും. ഇതിലെ സെപ്പറേറ്റ് ചെയ്ത സ്റ്റാൻഡിലെ 3' എൻഡിൽ ഒരു പ്രൈമർ അറ്റാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി സ്റ്റാൻഡിൻ്റെ 3' എൻഡിലും പ്രൈമർ അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രൈമർ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓ സ്മോൾ പീസ് ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? പ്രൈമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈമർ? പ്രൈമർ എന്ന് പറഞ്ഞാൽ സ്മോൾ പീസ് ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഒരു 5 തൊട്ട് 18 വരെ ഉള്ള ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു കുഞ്ഞ് പീസിനെ പറയുന്ന പേരാണ് ഒളിഗോ ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. എന്ത്? പ്രൈമർ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ പീസ് ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസിനെ 3' എൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന, ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് അനീലിംഗ്. ക്ലിയർ ആയല്ലോ? ഇനി അപ്പോൾ എന്താണ്? സെപ്പറേറ്റ് ചെയ്ത 2 സ്റ്റാൻഡിൻ്റെയും 3' എൻഡിലുള്ള ഒരു ചെറിയ പീസ് ഓഫ് പ്രൈമറീസ് അറ്റാച്ച്ഡ് അല്ലേ? ദിസ് ഈസ് നോൺ ആസ് അനീലിംഗ്. അപ്പോൾ അനീലിന് യൂസ് ചെയ്തത് ആരായിരുന്നു? 2 സെറ്റ് ഓഫ് പ്രൈമർ. ഓക്കെ, ഇനി നമ്മൾ 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷന് സഹായിക്കുന്ന എൻസൈം ആരാണ്? DNA പോളിമറൈസ് എൻസൈം. ഏത് DNA പോളിമറൈസ് എൻസൈമാണ്? ടാക്ക്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തത് ഹൈ ടെമ്പറേച്ചറിൽ 94 ഡിഗ്രി സെൽഷ്യസിൽ DNA ഹീറ്റ് ചെയ്തു. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തു അല്ലേ? അതിൻ്റെ 2 സ്റ്റാൻഡ് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഹൈ ടെമ്പറേച്ചറിൽ സാധാരണ DNA പോളിമറൈസ് എൻസൈം ആണെങ്കിൽ അത് ഡിഗ്രേഡ് ചെയ്ത് പോകും അല്ലേ? ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലും ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന DNA പോളിമറൈസ് എൻസൈമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന DNA പോളിമറൈസ് എൻസൈം. ഓക്കെ, അപ്പോൾ ഈ DNA പോളിമറൈസ് ആയിട്ടുള്ള ടാഗ് പോളിമറൈസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അഡീഷൻ ഓഫ് മോർ ന്യൂക്ലിയോടൈഡ് ടു ദ പ്രൈമർ. ഈ പ്രൈമറിലേക്ക് കുറേ ന്യൂക്ലിയോടൈഡിനെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതിനെന്താ പറയുക? ന്യൂക്ലിയോടൈഡിനെ പോളിമറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ അല്ലേ? പോളിമറൈസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ടു ദി പ്രൈമർ ആൻഡ് this is known as extension. Okay, clear ആയല്ലോ? അപ്പോൾ എന്താണ് extension? is the addition of nucleotide to the primer that we attached in the 3' end of the both separated strand using the enzyme tag polymerase. Okay, tag polymerase is extracted or isolated from the bacterium Thermus aquaticus, which remain active in high temperature during the denaturation of double stranded DNA അല്ലേ? During the time of denaturation we apply അല്ലെങ്കിൽ we heated the DNA with 94 degrees Celsius. So there is a chance to degradation of the DNA polymerase enzyme. So we use the tag polymerase enzyme which is stable in high temperature also. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേഷൻ ത്രൂ കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ ദ DNA സെഗ്മെൻറ്റ് ഈസ് ആംപ്ലിഫൈഡ് 1 ബില്യൺ അപ് ടു 1 ബില്യൺ കോപ്പീസ്. ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ റെപ്ലിക്കേഷൻ എന്നുള്ള പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്താൽ ഒരു 30 സൈക്കിളോളം നടത്തിയാൽ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ബില്യൺ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിനെയാണ് എന്ത് പറയുന്നത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? ഈസ് ദ synthesis of multiple copies of gene of interest or recombinant DNA in vitro using 2 sets of primers and also the DNA polymerase enzyme tag polymerase. Okay, the steps involved in DNA polymerase chain reaction is, first step is denaturation. Denaturation means applying heat up to 94 degrees Celsius. The DNA is separated. The 2 strands of DNA is separated. Hydrogen bond is broken and 2 strands are separated. Then this process is known as denaturation. After denaturation, the 2 DNA strands 5' in direction 5', 3' and 3', 5' is separated. Okay, next step is annealing. A small piece of nucleotide sequences or
primer. Two sets of primer is attached to the 3' end of the both separated DNA strand. Okay, this is known as annealing. Annealing is the attachment or joining of primer at the 3' end of the both the separated DNA strand. Clear ആയല്ലോ. Next extension is the adding or addition of more nucleotide to the existing primer with the help of enzyme Taq polymerase, and we get a എന്താണ് നമുക്ക് കിട്ടുക? Replication is happen, we get multiple copies of gene of interest. Okay, this replication is repeated 4 more times or up to 30 cycle. We get about 1 billion copies of gene of interest. Okay, clear? This is about the polymerase chain reaction. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു നമ്മുടെ സ്റ്റെപ്പിൻ്റെ പേര്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ rDNA യൂസിങ് ദ പ്രോസസ് polymerase chain reaction. The steps involved in PCR are denaturation, annealing and extension. Clear ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ 6th സ്റ്റെപ്പിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ PCR എല്ലാ സ്റ്റെപ്പും ഒന്ന് നമുക്കൊരു എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫിഗറിലൂടെ ഒന്ന് ജസ്റ്റ് വേഗത്തിലൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് PCR സ്റ്റെപ്സ്. ഓക്കെ, ഇത് PCR എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒരു DNA സാമ്പിൾ ഉണ്ടാവും, 2 സെറ്റ് ഓഫ് പ്രൈമർ ഉണ്ടാവും, നമുക്കൊരു ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലല്ലേ അഡീഷൻ നടക്കുക, പോളിമറൈസേഷൻ നടക്കുക. ടാഗ് പോളിമറൈസ് എൻസൈം ഉണ്ടാവും, മിക്സ് ചെയ്യാനുള്ള ബഫറും PCR ട്യൂബും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് തെർമൽ സൈക്കിൾ. ഈ PCR സൈക്കിൾ കഴിയുമ്പോൾ നമുക്ക് എക്സ്റ്റൻഷനൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു റെപ്ലിക്കേഷൻ കഴിഞ്ഞ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പ്രൊസീജിയറുടെ ആയിട്ടുള്ള ഡിനാച്ചുറേഷൻ നടക്കുന്നത് 94 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നീറ്റ് എക്സാം. ഓക്കെ, ആൻഡ് അനീലിംഗ് എന്ന് പറയുന്ന അറ്റാച്ച്മെൻറ്റ് ഓർ ജോയിനിങ് ഓഫ് ദി പ്രൈമർ അറ്റ് ദി 3' end ഓഫ് ബോത്ത് സെപ്പറേറ്റഡ് സ്റ്റാൻഡ് ഈസ് happen at 55 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, എത്രയാണ്? 55 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റൻഷൻ ഈസ് happen at 72 ഡിഗ്രി സെൽഷ്യസ്. ദിസ് ടെമ്പറേച്ചർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡിനാച്ചുറേഷൻ ഈസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ 94 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് അനീലിംഗ് ഈസ് happen in the 54 ഡിഗ്രി സെൽഷ്യസ്, ആൻഡ് ഓൾസോ ദ എക്സ്റ്റൻഷൻ പ്രോസസ് ഈസ് ഓൾസോ അറ്റ് ഹൈ ടെമ്പറേച്ചർ, and that means 72 degree Celsius. Okay, so we use the enzyme Taq polymerase for polymerization. Clear ആയല്ലോ? ഇതാണ് അതിൻ്റെ മൊത്തം ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ 5th സ്റ്റെപ്പ് ഈസ് ഓവർ. എന്തായിരുന്നു 5th സ്റ്റെപ്പ്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ rDNA യൂസിങ് ഏതായിരുന്നു പ്രോസസ്? PCR. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളപ്പോൾ എന്താ കുറേ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ആരായിരുന്നു? പ്ലാസ്മിഡ് അല്ലേ? റീകോമിനൻ്റ് DNA നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു ത്രൂ PCR. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ പ്രൊഡ്യൂസ് ചെയ്ത റീകോമിനൻ്റ് DNA എവിടേക്ക് ഇൻസേർട്ട് ചെയ്യണം? നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഇൻസേഷൻ ഓഫ് റീകോമിനൻ്റ് DNA ഇൻറ്റു ഹോസ്റ്റ് ബാക്ടീരിയം അല്ലേ? അപ്പോൾ ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിന് മുൻപ് ബാക്ടീരിയത്തിനെ കോമ്പിറ്റൻ്റ് ആക്കണം. അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്യുക. ഏത് പ്രോസസ്സ് വഴിയാ? ഇലക്ട്രോപോറോഷൻ ഓർ ഹീറ്റ് ഷോക്ക് എന്നുള്ള മെത്തേഡ് വഴി ബാക്ടീരിയസിനെ കോമ്പിറ്റൻ്റ് ആക്കുക. നൗ ദ ബാക്ടീരിയം ബിക്കം കോമ്പിറ്റൻ്റ് ടു ടേക്ക് അപ്പ് ദ rDNA അല്ലേ? അതിൻ്റെ സെൽ വോളിൽ നിന്നറിയ പോഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് സ്പെസിഫിക് കോൺസെൻട്രേഷൻ ഓഫ് ഡൈവാലൻറ്റ് കാറ്റയോൺസ് സച്ച് എസ് CA2+, ആൻഡ് ഇറ്റ് ഈസ് ഇൻക്യുബേറ്റഡ് ഓൺ ആൻഡ് ദീസ് അതിൻ്റെ സെൽ വോളിൽ അപ്പോൾ പോഴ്സ് വരും. ഈ പോറുള്ള ബാക്ടീരിയ വിത്ത് റീകോമിനൻ്റ് DNA ഇൻക്യുബേറ്റഡ് ഓൺ ഐസ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് ബ്രീഫ്ലി പ്ലേസ്ഡ് അറ്റ് heat shock,
high temperature, and now the bacterium become competent to take up the rDNA. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് നമ്മൾ rDNA ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഉണ്ടാവുക? സിക്സ്ത് സ്റ്റെപ്പാണ്. എന്തായിരുന്നു സിക്സ്ത് സ്റ്റെപ്പ്? ഇൻസേഷൻ ഓഫ് rDNA into കോമ്പീറ്റൻറ്റ്, നമ്മളിവിടെ കൂട്ടിച്ചേർക്കുന്നു കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയനെ കോമ്പീറ്റൻ്റ് ആക്കാനുള്ള പ്രൊസീജിയറാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ പറയാം ഇലക്ട്രോപൊറേഷൻ. ഏതായിരുന്നു പ്രൊസീജിയർ? ഇലക്ട്രോപൊറേഷൻ വഴി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയയിലേക്ക് നമ്മൾ rDNA ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റ് ബാക്ടീരിയം ടേക്കപ്പ് rDNA. അതിനെന്ത് പറയും? ട്രാൻസ്ഫോമൻസ് വിത്ത് റീകോമ്പിനൻസ് അല്ലേ? ഇവരെയാണ് നമുക്ക് ആവശ്യം. ട്രാൻസ്ഫോമൻസ് വിത്ത് റീകോമ്പിനൻ്റ് ആയിട്ടുള്ള ഇവരെയാണ് നമുക്ക് ആവശ്യം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യണം? ഇനി ഈ റീകോമ്പിനൻറ്റിനെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസൈഡ് റീകോമ്പിനൻ്റ് DNA ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ബാക്ടീരിയാസാണ് കോമ്പറ്റൻ്റ് ഹോസ്റ്റിനെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരെ നമ്മൾ കണ്ടിന്യൂസ് കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആ ബാക്ടീരിയയിൽ കൾച്ചർ മീഡിയം, അതായത് അഗാർ സൊല്യൂഷനും ഫുഡും ലാക്ടോസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് ആ ബാക്ടീരിയത്തിന് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്ന ടൈം 18 or 20 minutes ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ rDNA മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് rDNA ഓൾസോ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷനൊക്കെ നമുക്ക് ഈ ഒരു കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൾച്ചർ മീഡിയം വെച്ച് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആര് മൾട്ടിപ്ലൈ ചെയ്യും? നമ്മുടെ rDNA മൾട്ടിപ്ലൈ ചെയ്യും. അതിൽ നിന്ന് നമുക്ക് ഒരു ഡിസൈഡ് ആയിട്ടുള്ള ജീൻ പ്രൊഡക്റ്റ് ലാർജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷേ ഒരു ഫോർ ദി സിന്തസിസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഓർ വാക്സിൻ നമുക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ ഒരു സ്മോൾ ലൊക്കാലിറ്റിയിലുള്ള ഒരു സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു അസുഖത്തിനാണെങ്കിൽ നമുക്ക് ഒരു നിപ്പ അല്ലേ, ഒരു പ്രത്യേക റീജിയനിൽ മാത്രമല്ല എന്നുവെച്ചാൽ നമുക്ക് അത്ര അധികം വേണ്ട. ഈ കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്തിട്ട് ബാക്ടീരിയത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. പക്ഷേ വേൾഡ് വൈഡായിട്ട് നമ്മളെ ഹ്യൂമൻ ബീങ്സിനെ അറ്റാക്ക് ചെയ്തൊരു വൈറസ് ആയിരുന്നു. ഏതായിരുന്നു? കൊറോണ വൈറസ് അല്ലേ, COVID-19 എന്ന് പറഞ്ഞ ഡിസീസ്. അപ്പോൾ ആ അസുഖത്തിനൊക്കെ നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക്സോ വാക്സിനോ ഉണ്ടാക്കുമ്പോൾ അതിൽ ഭയങ്കര അല്ലേ കോസ്മോപൊളിറ്റനായിട്ട് വേൾഡിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത ഡിസീസാണ്. എല്ലാവർക്കും നമുക്ക് അതിനുള്ള വാക്സിൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്ത് കൾച്ചർ മീഡിയത്തിൽ ഈ ബാക്ടീരിയനെ ഫുഡും ലാക്ടോസും കൾച്ചർ മീഡിയത്തിലൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ സപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ അത്ര അധികം കിട്ടില്ല അല്ലേ? അപ്പോൾ ലാർജ് സ്കെയിലിൽ നമുക്ക് ഡിസൈഡ് ജീൻ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അതിനൊരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യും. ആ ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് എന്നുള്ളതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസേഷൻ ഓഫ് rDNA ഇൻറ്റു കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് ബാക്ടീരിയം. ക്ലിയർ ആയല്ലോ? ഇലക്ട്രോപൊറേഷൻ വഴി കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയത്തിലേക്ക് നമ്മൾ rDNA ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ rDNA അത് ടേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് ട്രാൻസ്ഫോമൻസ് വിത്ത് റിക്കോമിനൻസ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ ട്രാൻസ്ഫോമൻസ് വിത്ത് റിക്കോമിനൻസിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ദേ ആർ പ്ലേറ്റഡ് വിത്ത് ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം. ഓക്കെ, അതായത് ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്ന സെലക്റ്റബിൾ മാർക്കറിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള മാർക്കറിലേക്കാണ് അലൈൻ DNA ഓർ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തെങ്കിൽ അതിൻ്റെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇനാക്റ്റീവ് ആവും അല്ലേ? അപ്പോൾ ഇതിനെ പ്ലേറ്റ് ചെയ്യും. ആംബിസിലിനും ടെട്രാസൈക്കിളിനൊക്കെ പ്ലേറ്റ് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട്. ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ ഗ്രോ ചെയ്തിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും റിക്കോമിനൻസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോൾ റിക്കോമിനേഷൻ നടക്കുന്നത് അലൈൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ആംബിസിലിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള അല്ലേ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ അല്ലെങ്കിൽ
മാർക്കർ ജീനിൻ്റെ അവിടെയാണെങ്കിൽ അതിൻ്റെ ആംബിസിലിൻ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ഇനാക്ടിവേറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ പ്ലേറ്റ് ചെയ്യും ടെട്രാസൈക്കിൾ കണ്ടെയ്നിങ് മീഡിയത്തിലും പിന്നീട് വീണ്ടും ആംബിസിലിൻ. അപ്പോൾ ടെട്രാസൈക്കിളിന് ഗ്രോ ചെയ്യുന്നവർ മാത്രമായിരിക്കും റിക്കോമിനൻസ്. ക്ലിയർ ആയല്ലോ? അതിനാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെട്രാസൈക്കിൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് ടെട്രാസൈക്കിൾ റെസിസ്റ്റൻറ്റ് ജീനിൽ ഇൻസേഷൻ നടക്കുന്നത് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതേ ടൈപ്പാണ് ഇൻസേഷൻ നടന്നിട്ടുള്ള പ്ലാസ്മിഡ് ആണെങ്കിൽ, വെക്ടർ ആണെങ്കിൽ അത് എവിടെ മാത്രമേ വളരുള്ളൂ? ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ. ഓക്കെ, അതായിരിക്കും ട്രാൻസ്ഫോമൻസ് വിത്ത് ബാക്ടീരിയ, ട്രാൻസ്ഫോമൻ ബാക്ടീരിയ വിത്ത് റിക്കോമിനൻസ്. ഓക്കെ, അവരെയാണ് നമുക്ക് ആവശ്യം. അവർക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബാക്ടീരിയ വളരുന്നതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമ്മളൊരു പോയിന്റ് നോട്ട് ചെയ്യണം. എന്താണ്? ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളരുന്നവരായിരിക്കും റിക്കോംബിനൻ്റ് ആയിട്ടുള്ള റിക്കോമിനൻസിനെ ക്യാരിയിങ് ചെയ്യുന്ന ട്രാൻസ്ഫോമൻ ബാക്ടീരിയ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി 7th സ്റ്റെപ്പാണ് ഒപ്റ്റെയിനിങ് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഓക്കെ, എന്താണ് ഒപ്റ്റെയിനിങ് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള, നമുക്ക് ട്രാൻസ്ഫോമൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയനെ കിട്ടി. ട്രാൻസ്ഫോമൻസ് വിത്ത് റിക്കോംബിനൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതായിരുന്നു? ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ് വഴി നമ്മൾ എന്താണ് റിക്കോമിനൻ്റ് ക്യാരിയിങ് ട്രാൻസ്ഫോമൻ ബാക്ടീരിയനെ ഐഡൻറ്റിഫൈ ചെയ്തു, കോളനീസിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇനി ഈ ബാക്ടീരിയൽ കോളനീസിനെ കൾച്ചർ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ, ലാക്ടോസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറേ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ rDNA മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് കുറേ rDNAs പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈഡ് ജീൻ പ്രൊഡക്റ്റ് കുറേ എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് സ്മോൾ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ ട്രാൻസ്ഫോമൻ ബാക്ടീരിയ വിത്ത് റിക്കോമിനൻ്റ് that we are identified through blue white selection method is taken and transferred to a culture medium, and we provide culture medium continuously and also add the food culture medium with lactose etc. Then accompanying with the bacterium replication, the rDNA is also multiplied. Okay, പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു സ്മോൾ റീജിയനിൽ ഒരു കുറച്ച് ആൻറ്റിബയോട്ടിക്സോ വാക്സിനോ ഒക്കെ ആവശ്യമുള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. പക്ഷേ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യും? ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യും. ആ ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ എന്താണ് ഒപ്റ്റെയിനിങ് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾക്ക് നമ്മൾക്ക് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് കിട്ടി അല്ലേ. എങ്ങനെയാണ് കിട്ടിയത്? ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള rDNA മാറ്റി ചെയ്യും അല്ലേ. ആ ബാക്ടീരിയയ്ക്ക് കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് എന്ത് കിട്ടും? റിക്കോമിനൻ്റ് DNA, റിക്കോമിനൻ്റ് ജീന് അല്ലെങ്കിൽ ഡിസൈഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കുറേ കിട്ടും അല്ലേ. ആ കിട്ടിയ ജീൻ, അതായത് നമുക്കൊരു ഡിസൈഡ് ജീൻ കിട്ടി. ഈ ഡിസൈഡ് ജീൻ കുറേ ലാർജ് ക്വാണ്ടിറ്റീസിൽ കിട്ടി. ഈ ജീനിന് എക്സ്പ്രഷൻ സംഭവിച്ചാലാണ് അതൊരു പർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഈ പ്രോട്ടീനിൽ നിന്നാണ് നമുക്ക് വാക്സിനാണോ ആൻറ്റിബയോട്ടിക്സ് ആണോ പ്രിസ്ക്രിപ്ഷൻസ് ആണോ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് റിക്കോമിനൻ്റ് DNA വഴി നമുക്ക് ഡിസൈഡ് ജീനിൽ എന്ത് കിട്ടും? ധാരാളം റിക്കോമിനൻ്റ് DNA ഉള്ള ഡിസൈഡ് ജീൻ കിട്ടും.
ഈ റിക്കോമിനൻ്റ് ഡി എൻ എക്ക് എക്സ്പ്രഷൻ മീൻസ് ജീൻ എക്സ്പ്രഷൻ അല്ലേ. റിക്കോമിനൻ്റ് ഡി എൻ എ ഓർ ജീൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ് അല്ലേ. പ്രോട്ടീൻ സിന്തസിസ് എക്സ്പ്രഷൻ നടന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടായാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, നമുക്കതിൽ നിന്ന് പ്രൊഡക്റ്റ് ആയിട്ടുള്ള വാക്സിൻസോ ആൻറ്റിബയോട്ടിക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ദ റിക്കോമിനൻ്റ് ഡി എൻ എ produced through the rDNA technology undergo gene expression അല്ലെ, undergo expression or protein synthesis. It produces a particular protein and that protein is known as recombinant protein, and this protein is utilized for the synthesis of vaccines, antibiotics, എക്സെട്ര. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ rDNA ടെക്നോളജി വഴി ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ആരെ പ്രൊഡ്യൂസ് ചെയ്തു? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ റിക്കോമിനൻ്റ് ഡി എൻ എ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഡി എൻ എ നമുക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ജീനിൽ ഡി എൻ എ ഉണ്ട്. ആ ഡി എൻ എ ഒരു പ്രത്യേക ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഡി എൻ എ ഓർ ജീനിന് എക്സ്പ്രഷൻ സംഭവിക്കണം. അതിനെ പറയുന്ന പേരാണ് ജീൻ എക്സ്പ്രഷൻ. ആ ജീൻ എക്സ്പ്രഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റാണ് പ്രോട്ടീൻ. അപ്പോൾ ഒരു പ്രത്യേക ജീൻ, ഏതൊരു ജീനായാലും ഡി എൻ എ ആയാലും എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ റിക്കോമിനൻ്റ് ഡി എൻ എ അണ്ടർഗോ ജീൻ എക്സ്പ്രഷൻ ആൻഡ് പ്രൊഡ്യൂസസ് എ പർട്ടിക്കുലർ പ്രോട്ടീൻ ആൻഡ് ദാറ്റ് പ്രോട്ടീൻ ഈസ് നോൺ ആസ് റിക്കോംബിനൻ്റ് പ്രോട്ടീൻ. ഇതാണ് നമ്മൾ ഡിസൈഡ് ജീൻ പ്രൊഡക്റ്റ്. ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് ഓർ ഒബ്റ്റെയിനിങ് ദ ഡിസൈഡ് ജീൻ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, ഏത്? റിക്കോംബിനൻ്റ് പ്രോട്ടീൻ. ഓക്കെ, ഈ റിക്കോംബിനൻ്റ് പ്രോട്ടീനെ നമുക്ക് സ്മോൾ സ്കെയിലും പ്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ഈ റിക്കോംബിനൻ്റ് ഡി എൻ എ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയനെ കൾച്ചർ മീഡിയ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം സ്മോൾ സ്കെയിലിൽ. എന്നിട്ട് അതിന് ജീൻ എക്സ്പ്രഷൻ അല്ലേ, ആ ബാക്ടീരിയയിലുള്ള റിക്കോമിനൻ്റ് ഡി എൻ എ എക്സ്പ്രസ് ചെയ്തിട്ട് അതൊരു പർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീനിൽ നിന്ന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സോ വാക്സിനോ ഉണ്ടാക്കാം. ഓക്കെ, അത് സ്മോൾ സ്കെയിലിൽ. പക്ഷേ ലാർജ് എമൗണ്ട് ആയിട്ട് നമുക്ക് റിക്കോമിനൻ്റ് ഡി എൻ എയിൽ നിന്ന് റിക്കോമിനൻ്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഡിസൈഡ് ജീൻ പ്രൊഡക്റ്റ്, വാക്സിൻ ഓർ ആൻറ്റിബയോട്ടിക്സ് എന്തായാലും ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂട്ടിലൈസ് ചെയ്യണം. ആ ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ്. ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബയോ റിയാക്ടർ. എന്താണ് ബയോ റിയാക്ടർ? ഓക്കെ, ഇനി നമ്മൾ എന്താണ് ബയോ റിയാക്ടർ എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ബയോ റിയാക്ടേഴ്സ് ആർ ദി വെസൽസ് ഓഫ് ലാർജ് വോളിയം. എന്താണ് ബയോ റിയാക്ടർ? ദ ഫിഗർ നമുക്ക് കാണാം. അതിന് മുൻപ് നമുക്ക് ഇവിടെ ഒരു ഫിഗർ ഇൻസേർട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഫിഗർ തന്നെയാണ്. നമ്മൾ കോമ്പിറ്റൻ്റ് ബാക്ടീരിയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇവിടെ വരുന്നതാണ്. അതായത് ഈ ഒരു സ്റ്റെപ്പ്, അതായത് റിക്കോമിനൻ്റ് ഡി എൻ എനെ ആരെടുത്തു? ബാക്ടീരിയ അല്ല, ഈക്വളൈ ബാക്ടീരിയ. ഇത് റിക്കോമിനൻ്റ് ഡി എൻ എനെ ടേക്കപ്പ് ചെയ്തു. അതിനെന്ത് പറയും? ട്രാൻസ്ഫോമഡ് ആയിട്ടുള്ളത് അല്ലേ. ട്രാൻസ്ഫോമഡ് ആയിട്ടുള്ള റിക്കോമൻറ്റും ഇത് നോൺ ട്രാൻസ്ഫോമഡ് ആയിട്ടുള്ള സെല്ലും. ഇതിനേക്ക് ആംബിസിലിൻ കണ്ടെയ്ൻ മീഡിയത്തിൽ ഇവരെ ഗ്രോ ചെയ്യുമ്പോൾ റിക്കോമിനൻസ് വിൽ ഗ്രോ ഓൺ ഇൻ ദ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ എവിടേക്ക് ഇട്ട് കൊടുക്കുന്നത്? ഇതിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കൾച്ചർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഡിസൈഡ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക? ആ പർട്ടിക്കുലർ റിക്കോമിനൻ്റ് ഡി എൻ എ അണ്ടർഗോ എക്സ്പ്രഷൻ, ജീൻ എക്സ്പ്രഷൻ ടു പ്രൊഡ്യൂസസ് എ പർട്ടിക്കുലർ പ്രോട്ടീൻ ആൻഡ് ദാറ്റ് പ്രോട്ടീൻ ഈസ് നോൺ ആസ് റിക്കോമിനൻ്റ് പ്രോട്ടീൻ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ
ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഇവിടെ ഇൻസേഷനിൽ നമ്മളത് പറയും. ഇൻസേർട്ട് ചെയ്തപ്പോൾ ബാക്ടീരിയ വിച്ച് ടേക്കപ്പ് റിക്കോമിനൻറ്റ് DNA എന്ത് പറയും? ട്രാൻസ്ഫോമൻ വിത്ത് റിക്കോമിനൻസ്. നമുക്ക് അവരെയാണ് ആവശ്യം. അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ അല്ലേ. ഇവരെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. എങ്ങനെയാണ് ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എങ്ങനെയാണ് ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ് ആയിരുന്നത്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ് അതായത് നമ്മുടെ ഇൻസേഷണൽ ആക്ടിവേഷൻ ബൈ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം. അതായത് ബാക്ടീരിയയുടെ ലാക്സഡ് ജീനിലേക്ക് ഒരു അലൈൻ DNA ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലാക്സഡ് ജീൻ ഇനാക്റ്റീവ് ആവും. ലാക്സഡ് ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ബീറ്റാ ഗാലക്ടോസിഡേസ്. നമ്മുടെ ബാക്ടീരിയയുടെ ഭക്ഷണമായിട്ടുള്ള ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. ഇതിൻ്റെ കളറ് ബ്ലൂ കളറാണ്. അപ്പോൾ ഇൻസേഷൻ നടന്നെങ്കിൽ ലാക്സഡ് ജീൻ ഇനാക്റ്റീവ് ആവും. അപ്പോൾ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ്? ഇൻസേഷൻ റീകോമ്പിനേഷൻ നടന്നവരിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ഉണ്ടാവില്ല. ഇനി ഇവരെ ക്രോമോജനിക് സബ്സ്റ്റൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് റീകോമിനൻറ്റ് DNA എന്നിട്ട് നമുക്കതിനെ ആഫ്റ്റർ ചെയിനിങ് വിത്ത് ദ ക്രോമോജനിക് സബ്സ്റ്റൻസ് recombinant colonies will appear as white color. അതായത് റീകോമ്പിനേഷൻ നടന്നവരിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വൈറ്റ് കളറിലും റീകോമ്പിനേഷൻ നടക്കാത്തവർ ബ്ലൂ കളറിലും കാണപ്പെടും. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ളവർ ഇവിടെ ആരാണ്? വൈറ്റ് കളേർഡ് കോളനീസ്. ഓക്കെ, ഇവരിൽ നിന്നാണ് നമുക്ക് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് കിട്ടുന്നത്. സ്മോൾ സ്കെയിലിൽ ഇവർക്ക് കൾച്ചർ മീഡിയം പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് റിക്കോമിനൻ്റ് DNA ഉണ്ടായിരിക്കും. അവർക്ക് എക്സ്പ്രഷൻ നടന്നിട്ട് റിക്കോമിനൻ്റ് പ്രോട്ടീൻ ഉണ്ടാവും. പക്ഷേ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് ആര് പോരാ? സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ, ടിഷ്യൂ കൾച്ചർ മീഡിയത്തിലുള്ള സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ പോരാ. അതിന് നമുക്ക് എന്ത് വേണം? ഒരു ഇൻസ്ട്രുമെൻറ്റ് വേണം. ആ ഇൻസ്ട്രുമെൻറ്റിനെ പറയുന്ന പേരാണ് ബയോറിയാക്ടർ. ഓക്കെ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ദി ജീൻ പ്രൊഡക്റ്റ് an instrument is used. That instrument is known as bioreactors. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബയോറിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോറിയാക്ടേഴ്സ് ആർ വെസൽസ് ഓഫ് ലാർജ് വോളിയം. ഭയങ്കര വലിയ വെസൽസിന് പറയുന്ന പേരാണ് ബയോറിയാക്ടേഴ്സ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇവരുടെ പ്രത്യേകതയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബയോറിയാക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോറിയാക്ടേഴ്സ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്താണ്. എന്താണ് ബയോറിയാക്ടർ? ബയോറിയാക്ടേഴ്സ് ആർ വെസൽസ് ഓഫ് ലാർജ് വോളിയം. വലിയ വോളിയുള്ള വെസൽസിന് പറയുന്ന പേരാണ് ബയോറിയാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടു പ്രൊഡ്യൂസ് ഡിസൈഡ് ജീൻ പ്രൊഡക്റ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസിൽ ഡിസൈഡ് ജീൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ബയോറിയാക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞോളൂ. എന്താണ് ബയോറിയാക്ടേഴ്സ്? ബയോറിയാക്ടേഴ്സ് ആർ vessels of large volume which is used to produce the product in large scale. Here raw materials are എന്ന് പറയുന്നത് ആരാ? റിക്കോമിനൻ്റ് പ്രോട്ടീൻ അല്ലേ. ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു റിക്കോമിനൻ്റ് DNA അല്ലേ. അത് ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു സ്പെസിഫിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എൻസൈം ആയിരിക്കാം അല്ലേ. ഇനി ഇത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൈക്രോബിയൽ, പ്ലാന്റ്, ആനിമൽ ഓർ ഹ്യൂമൻ സെൽസിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോറിയാക്ടേഴ്സ്? Bioreactors are vessels in which raw materials are biologically converted into specific products, enzyme, etc. using plant, bacterial അല്ലെങ്കിൽ microbial, animal or human cells. ഓക്കെ, ഹ്യൂമൻ സെൽസ് ആയിരിക്കാം, പ്ലാന്റ് സെല്ലായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഏത് സെൽസ് ആയിരിക്കും നമ്മൾ ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? മൈക്രോബിയൽ സെല്ലായിരിക്കാം, പ്ലാന്റ് സെല്ലായിരിക്കാം, ആനിമൽ ഓർ ഹ്യൂമൻ സെല്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഒബ്റ്റെയിനിങ് ഫോറിൻ ജീൻ പ്രൊഡക്റ്റിൽ നമ്മൾ എന്താ പറയുന്നത്? അൾട്ടിമേറ്റ് എയിം ഓഫ് റിക്കോമിനൻ്റ് DNA ടെക്നോളജി ഈസ് ടു പ്രൊഡ്യൂസ് എ ഡിസൈറബിൾ പ്രോട്ടീൻ. ദ പ്രോട്ടീൻ വിച്ച് ആർ പ്രൊഡ്യൂസ് ഫ്രം ദി എക്സ്പ്രഷൻ ഓഫ് റിക്കോമിനൻ്റ് DNA ഈസ് നോൺ ആസ് റിക്കോമിനൻ്റ് പ്രോട്ടീൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ സെൽസ് വിത്ത് ഫോറിൻ ജീൻസ് ക്യാൻ ഗ്രോൺ ഇൻ ലബോറട്ടറി കൾച്ചേഴ്സ് ആർ യൂസ്ഡ് ആൻഡ് വി ഗെറ്റ് ദ പ്രൊഡക്റ്റ്. Okay, for this continuous culture system is used. Okay, but
For larger myomas, this method is not required. For this large scale production of desired gene product, we use a instrument which is known as bioreactors. Okay. അപ്പോൾ ബയോറിയാക്ടേഴ്സ് എന്താണ്? ബയോറിയാക്ടേഴ്സ് ആർ ദി instrument which is used to produce the desired gene product in large scale, and it is a vessels of large volume in which raw materials are biologically converted into specific products, enzymes, etc. using ആരൊക്കെ യൂസ് ചെയ്തിട്ടാ? മൈക്രോബിയൽ, പ്ലാന്റ്, ആനിമൽ ഓർ ഹ്യൂമൻ സെൽസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയാണ് ബയോറിയാക്ടേഴ്സിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ബയോറിയാക്ടറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്? ബയോറിയാക്ടേഴ്സ് ആർ വെസൽസ് or instrument which is used to produce gene product in large quantities in which raw materials are biologically converted into specific products, enzymes, etc. using microbial, plant, ആനിമൽ ഓർ ഹ്യൂമൻ സെൽസ്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് ടെക്സ്റ്റിലെ ഡെഫിനിഷനെക്കാട്ടും കുറച്ച് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോറിയാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ? ബയോറിയാക്ടേഴ്സ് ആർ ദി ഇൻസ്ട്രുമെൻറ്റ് ഓർ വെസൽസ് which is used to produce desired product in or gene product in desired product or gene product in large scale in which raw materials are biologically converted into specific products, enzymes, etc. using microbial, plant, animal or human cells. Microbial, plant or human cells. Okay, അപ്പോൾ എന്താണ്? ബയോറിയാക്ടേഴ്സ് ആർ ദി ഇൻസ്ട്രുമെന്റ്സ് or vessels which is used to produce desired gene product in large quantities or large scale in which raw materials are biologically converted into specific desired products like enzymes, vaccine, etc. using plant, microbial, animal or human cells. Once more, bioreactors are vessels or instruments of large volume in which raw material is biologically converted into desired gene product or vaccines, enzymes, etc. using plant, മൈക്രോബിയൽ, ആനിമൽ ഓർ ഹ്യൂമൻ സെൽസ്. ക്ലിയർ ആയല്ലോ? ഇത്രയാണ്. ഇനി ബയോറിയാക്ടേഴ്സിനെ കുറിച്ച് അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഹയർ ക്ലാസ്സസിൽ പഠിക്കാം. നമുക്കിവിടെ പഠിക്കാനുള്ളത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോറിയാക്ടർ. 2 ടൈപ്പ് ബയോറിയാക്ടർ ഉണ്ട്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ബയോറിയാക്ടർ. ഇതിൻ്റെയാണ് എക്സാമ്പിൾ പറയാം. ഈ ബയോറിയാക്ടറിനെ പറയുന്ന പേരാണ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇതാണ് നമുക്കിവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്, നമ്മൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ഫിഗർ ഉണ്ട്, അതെന്താണെന്ന് ചോദിച്ചാൽ വേറൊരു ടൈപ്പ് ബയോറിയാക്ടറാണ്. ഇതാണ് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഓക്കെ, എന്താണ് ഇവിടെ എയർ ബബിൾസ് ആണ് വരിക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ 2 ടൈപ്പ് ബയോറിയാക്ടർ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ബയോറിയാക്ടർ എന്ന് പറഞ്ഞു? 2 ടൈപ്സ് ഓഫ് ബയോറിയാക്ടർ ആണ്. സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ ആൻഡ് സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഓക്കെ, സ്റ്റിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റ് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബയോറിയാക്ടർ ആണെന്ന് മനസ്സിലായല്ലോ. ഈ ബയോറിയാക്ടറിന് എന്തൊക്കെയാണുള്ളതെന്ന് പറയാം. ഓക്കെ, സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറിൻ്റെ പ്രത്യേകത എന്നാൽ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ
ബയോറിയാക്ടർ ഈസ് എ ബയോറിയാക്ടർ. ഇതാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയോറിയാക്ടർ. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ഇറ്റ് ഈസ് യൂഷ്വലി സിലിണ്ട്രിക്കലാണ്. ഇതും സിലിണ്ട്രിക്കൽ തന്നെയാണ് അല്ലേ? ഇത് സിലിണ്ട്രിക്കൽ ഒരു റെക്ടാങ്കിൾ ടൈപ്പാണ്. നമ്മുടെ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ ഈസ് എ സിലിണ്ട്രിക്കൽ വൺ വിത്ത് എ കർവ്ഡ് ബേസ്. അതിൻ്റെ ബേസ് കണ്ടോ, കർവ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ എന്താണ് സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ ഈസ് എ സിലിണ്ട്രിക്കൽ ബയോറിയാക്ടർ വിത്ത് എ കർവ്ഡ് ബേസ്. എന്തിനു വേണ്ടിയിട്ട് ഈ കർവ്ഡ് ബേസ് ചെയ്യാന്ന് വെച്ചാൽ പ്രോപ്പർ മിക്സിങ് ഓഫ് ദി റിയാക്ടർ കണ്ടൻസ്. ഇതിലേക്ക് കുറേ നമ്മൾ ഡിസൈഡ് ജീൻ്റെ റിക്കോമിനൻ്റ് DNA എന്താണ് ഉള്ള ബാക്ടീരിയനെ നമ്മൾ എന്ത് ചെയ്യും? കൾച്ചർ മീഡിയ ഒക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലേ? അത് കുറേ പ്രൊഡ്യൂസ് ചെയ്യാനും അവർക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് എൻസൈംസോ വാക്സിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ബാക്ടീരിയ വിത്ത് റിക്കോമിനൻസ്, പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഗ്രോത്ത് കണ്ടീഷൻസ്, എല്ലാ കണ്ടൻസും നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ നടുവിൽ നമ്മൾ മിക്സിയിൽ ഒരു റൊട്ടേറ്റർ ഉള്ള പോലെ ഒരു സ്റ്റിറർ ഉണ്ടാവും. ഈ സ്റ്റിറർ ഇങ്ങനെ എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്ത കണ്ടൻസിൻ്റെ പ്രോപ്പർ മിക്സിങ്ങിന് ഇതിൻ്റെ കർവ്ഡ് ആയിട്ടുള്ള ബേസ്, സിലിണ്ട്രിക്കൽ വെസൽസിൻ്റെ കർവ്ഡ് ബേസ് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ കുറേ ഗ്രോത്ത്, അതിൻ്റെ എക്സ്പ്രഷൻ, അതിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഇട്ട് കൊടുക്കും. ആ കണ്ടീഷൻ എല്ലാ കണ്ടൻസ് ഇട്ട് കൊടുക്കും. കണ്ടൻസിൻ്റെയും പ്രോപ്പർ മിക്സിങ്ങിന് യൂസ്ഫുൾ ആണ് ഇതിൻ്റെ കർവ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ ബേസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ ഈസ് മോസ്റ്റ് കോമൺ ടൈപ്പ് ആയിട്ടുള്ള ബയോറിയാക്ടർ വിച്ച് ഈസ് സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ് വിത്ത് എ കർവ്ഡ് ബേസ്. ദിസ് കർവ്ഡ് ബേസ് ഹെൽപ്പ് ഇൻ ദ പ്രോപ്പർ മിക്സിങ് ഓഫ് ദി കണ്ടൻറ്റ് ഇൻ ഇറ്റ്. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിൻ്റെ പ്രോപ്പർ മിക്സിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതിലൊരു അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ടായിരിക്കും. ഇതാണ് അതിലെ ഈ സ്റ്റിറർ ഇളക്കി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ അജിറ്റേറ്റർ സിസ്റ്റം. പിന്നെ ഇതിലേക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ടായിരിക്കും, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ എപ്പോഴും സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കുറേ മീഡിയാസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പത വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ബബിൾസ് വരാം, ഇവിടെ പത വരും. ഈ പത കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫോം കൺട്രോൾ സിസ്റ്റം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. പിന്നെ pH കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് pH കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു സാമ്പിളിംഗ് പോർട്ട് ഉണ്ടായിരിക്കും. എന്തിനാണ് സാമ്പിളിംഗ് പോർട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കണ്ടൻസിനെ നമുക്ക് വിഡ്രോ ചെയ്യണം അല്ലേ? അതായത് ഈ പ്രൊസീജിയർ സ്റ്റിററൊക്കെ അതിൻ്റെ ആക്ഷനൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ ബാക്ടീരിയ ഇട്ട് കൊടുത്തു, അതിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് കിട്ടും അല്ലേ? അപ്പോൾ ആ ഡിസൈഡ് പ്രൊഡക്റ്റിനെ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി പീരിയോഡിക്കലി ഇങ്ങനെ ഓരോ പീരിയോഡിക്കലി ഇതിൽ നിന്നുള്ള, അതായത് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവും, റിക്കോമിനൻ്റ് DNA ഉണ്ടാവും, റിക്കോമിനൻ്റ് DNA എക്സ്പ്രസ് ചെയ്തിട്ട് ഡിസൈഡ് പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീനെ നമ്മൾക്ക് ഒരു പീരിയോഡിക്കലി ഓരോ ടൈം ഇൻ്റർവെല്ലിൽ വെച്ചിട്ട് നമുക്കതിനെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യണം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന ആ ടൈം അനുസരിച്ച് പ്രൊഡക്റ്റ് ആയി വരുന്ന സമയത്ത് ചെയ്തിട്ട് ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സാമ്പിളിംഗ് പോർട്ട് ഉണ്ടായിരിക്കും ഫോർ പീരിയോഡിക് വിഡ്രോവൽ ഓഫ് ദി കൾച്ചർ. ഓക്കെ, ഈ കൾച്ചറിൻ്റെ പീരിയോഡിക് വിഡ്രോവലിന് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വിച്ച് ആർ ദി പാർട്സ് ഓഫ് ബയോറിയാക്ടർ? അജിറ്റേറ്റർ സിസ്റ്റം ഓർ സ്റ്റിറർ, എ ഫോം കൺട്രോൾ സിസ്റ്റം, pH കൺട്രോൾ സിസ്റ്റം, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഓക്സിജൻ ഡെലിവറി സിസ്റ്റം, ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, ആൻഡ് ആ sampling port for the periodic withdrawal of the culture. Okay, sampling port for the periodic withdrawal of the culture. ഇത്രയാണ് ബയോറിയാക്ടർ. അങ്ങനെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ലാർജ് സ്കെയിലായിട്ട് ഡിസൈഡ് പ്രൊഡക്റ്റ്, എൻസൈംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ബയോറിയാക്ടർ? ബയോറിയാക്ടർ 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ, സ്പാർജ് സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ. ദിസ് ഈസ് ദ കോമൺ വൺ which has a cylindrical shape with a curved base which helps in the proper mixing of the content in it. Okay, and the other parts are oxygen delivery system, agitator system, foam control system, temperature control system, pH control system, sampling ports for the periodic withdrawal of the culture. Okay, clear ആയല്ലോ? അപ്പോൾ എന്താണ് ബയോറിയാക്ടേഴ്സ്? ആർ ദി vessels or instrument which is used for the production of the desired gene product in large scale, in which
അതിലെന്താണ് സംഭവിക്കുന്നത്? വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് in which raw materials are biologically converted into desired product, specific products or enzyme using microbial, plant, animal or human cells. ഈ ഡെഫിനേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയാണ്, ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്? ലാസ്റ്റ് സ്റ്റെപ്പ് ഇത് ബയോറിയാക്ടർ ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ വരുന്നതാണ് 7th സ്റ്റെപ്പ്. അതിലാണ് നമ്മൾ ബയോറിയാക്ടർ പഠിച്ചത്. ഇനി നെക്സ്റ്റ് 8th സ്റ്റെപ്പ് ഈസ് ദ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. അതായത് സ്മോൾ സ്കെയിൽ വഴിയായാലും ലാർജ് സ്കെയിലിൽ ബയോറിയാക്ടർ വഴിയായാലും നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടി അല്ലേ, എൻസൈമോ പ്രൊഡക്റ്റോ കിട്ടി. ആ പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് മുൻപ് അത് വിധേയമാകുന്ന എല്ലാ പ്രോസസ്സുകളെയും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്? ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ഈസ് ദ ഓൾ ദ പ്രോസസ്സസ് that a product is being subjected before it is being marketed as a finished product. ഓക്കെ, ഈ ഒരു ഡെഫിനിഷനാണ് പഠിക്കേണ്ടത്, ടെക്സ്റ്റിലില്ല. എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്? ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ഈസ് ദ ഓൾ ദ പ്രോസസ്സസ് കുറേ പ്രോസസ്സുകളുണ്ട് അല്ലേ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ്. ഓൾ ദ പ്രോസസ്സസ് ദാറ്റ് എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഓർ എൻസൈം എന്ന് പറഞ്ഞല്ലോ, ആ പ്രൊഡക്റ്റ് ഈസ് ബീയിങ് സബ്ജക്റ്റഡ്. ഒരു പ്രൊഡക്റ്റ് വിധേയമാകുന്ന എല്ലാ പ്രോസസ്സും സബ്ജക്റ്റഡ് ബിഫോർ ഇറ്റ് ഈസ് മാർക്കറ്റഡ് ആസ് എ, അത് മാർക്കറ്റിൽ വിപണിയിൽ മാർക്കറ്റ് ചെയ്യുന്നു ആസ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് എന്നുള്ള പേരിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് മുൻപ് അത് വിധേയമാകുന്നു. അതായത് കോവാക്സിൻ, കോവിഷീൽഡ് എന്നൊക്കെ പറയുന്ന വാക്സിനുകളുണ്ട്. ആ വാക്സിൻ ആ പേരിൽ മാർക്കറ്റിൽ പുറത്തിറങ്ങുന്നതിന് മുൻപ് അത് വിധേയമാകുന്ന എല്ലാ പ്രോസസ്സിനെയുമാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് അതിനെ ട്രയൽ ടെസ്റ്റ് ചെയ്യും, കെമിക്കൽ ടെസ്റ്റ് ചെയ്യും, സേഫ്റ്റി ടെസ്റ്റ് ചെയ്യും, റാറ്റിൽ ചെയ്യും, മനുഷ്യരിൽ ചെയ്യും അല്ലേ. നമുക്കറിയാം കോവിഷീൽഡ് ചെയ്തപ്പോൾ കുറേ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ എന്താണ് ഈ വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവരെ, അതായത് നമ്മൾ ആദ്യം മൃഗങ്ങളിലൊക്കെയാണ് അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അതുപോരാ, ഇത്രയും സ്പ്രെഡായിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സേഫ്റ്റി ഇഷ്യൂസൊക്കെ കൺസിഡർ ചെയ്തിട്ട് അത് മനുഷ്യരിലും എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സേഫ്റ്റി ടെസ്റ്റ്, ട്രയൽ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ മനുഷ്യരിൽ ചെയ്യും. അതായത് ചിലരുടെ പെർമിഷൻ കോസ്റ്റൊന്നും എന്താണ് അവർ ഫ്രീ ആയിട്ട്, ചിലർ പൈസ മേടിച്ചിട്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, കുറേ പൈസ മേടിച്ചിട്ട് റെഡി ആയിരിക്കും അല്ലേ. മൃഗങ്ങളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് പോലെയല്ല മനുഷ്യരിൽ, സൈഡ് എഫക്റ്റ് എന്തുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് ഒരു മാർക്കറ്റിൽ ഒരു വാക്സിനോ ആൻറ്റിബയോട്ടിക്സോ എൻസൈമോ പ്രൊഡക്റ്റോ ഇറങ്ങുന്നതിന് മുൻപ് അത് വിധേയമാകുന്ന എല്ലാ പ്രോസസ്സിനെയും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓക്കെ, കോവാക്സിൻ നമുക്കറിയാം, കുറേ നാൾ കഴിഞ്ഞിട്ട് വാക്സിൻ ഉണ്ടായത്. കുറേ എക്സ്പെരിമെൻറ്റുകൾ, കുറേ യൂണിവേഴ്സിറ്റികളൊക്കെ എന്താണ് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ സ്റ്റഡി ചെയ്ത് കുറേ വർക്ക് ചെയ്തിട്ടാണ് വാക്സിൻസ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഓൾ ദ പ്രോസസ്സസ് ദാറ്റ് എ പ്രൊഡക്റ്റ് ഈസ് ബീയിങ് സബ്ജക്റ്റഡ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുള്ള പ്രൊജക്റ്റ് rDNA ടെക്നോളജി വഴി ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് ഈസ് ബീങ് സബ്ജക്റ്റഡ് ബിഫോർ ഇറ്റ് ഈസ് മാർക്കറ്റഡ് ആസ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഡൗൺ സ്ട്രീം പ്രോസസ്സിൽ വരുന്ന സ്റ്റെപ്പുകളിൽ നിന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്. ഫസ്റ്റ് നമ്മൾ കിട്ടിയ പ്രൊഡക്റ്റിനെ, ലാർജ് സ്കെയിലിലും ബയോറിയാക്ടറിൽ നിന്നൊക്കെ കിട്ടിയല്ലോ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അതിനെ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യുക, സ്യൂട്ടബിൾ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അഡീഷൻ ഓഫ്, അതായത് ഈ കിട്ടിയ പ്രൊഡക്റ്റ് വേഗത്തിൽ ഡിസ്ട്രോയ് ചെയ്ത് നശിച്ചു പോകരുത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നാൾ വിപണിയിൽ നിൽക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു. അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ, നല്ലത് അതിന് മാച്ചായിട്ടുള്ള പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നു. അഡീഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനെ ക്ലിനിക്കൽ ട്രയലിൽ, അതായത് അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു, ക്ലിനിക്കലി അതിനെ ട്രയൽ ചെയ്യുന്നു, മൃഗങ്ങളിലോ മനുഷ്യരിലോ ട്രയൽ ചെയ്യുന്നു. ഓക്കെ,
ട്രയൽ ചെയ്തതിന് ശേഷം ക്ലിനിക്കൽ ട്രയൽ ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടെസ്റ്റാണ് ക്വാളിറ്റി കൺട്രോൾ. അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യുന്നു, QA ടെസ്റ്റ്, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. All these processes are collectively known as downstream processing. അപ്പോൾ എന്താണ് downstream processing? Last point of the biotechnology principles and process. Okay, എന്താണ് downstream processing? What is meant by downstream processing? Downstream processing is all the processes that a product is being subjected. Downstream process is all the processes that a product is being subjected before it is marketed as a finished product. ഒരു മാർക്കറ്റിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഇറങ്ങുന്നതിന് മുൻപ് ഒരു പ്രൊഡക്റ്റ് വിധേയമാകുന്ന എല്ലാ പ്രോസസ്സുകളെയും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഡൗൺസ്ട്രീം പ്രോസസ്സിങ്. ഏതൊക്കെയാണ് സ്റ്റെപ്പ്? ഫസ്റ്റ്, സെപ്പറേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്. ബയോറിയാക്ടറിൽ നിന്ന് കിട്ടിയ പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുക. ആൻഡ് അതിന് പ്യൂരിഫിക്കേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ്. തേർഡ് ഈസ് അഡീഷൻ ഓഫ് ദി സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്, കേടാവാതിരിക്കാൻ സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലിനിക്കൽ ട്രയൽ ടെസ്റ്റ് ആനിമൽസിലും മൃഗങ്ങളിലും മനുഷ്യരിലൊക്കെ ക്ലിനിക്കൽ ട്രയൽ ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യുക. ഇത്രയാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ദ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് separation or isolation of the product, purification of the product, addition of suitable preservatives, clinical trial test and quality control test. ഇതുപോലെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കുക. ഡൗൺ സ്ട്രീം പ്രോസസ്സിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളാണ് 5 സ്റ്റെപ്പുകൾ. ഓക്കെ, അപ്പോൾ ഡൗൺ സ്ട്രീം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ്, അല്ലെങ്കിൽ it is all the processes that a product is being subjected before it is marketed as a finished product. Okay, ക്ലിയർ ആയല്ലോ? അപ്പോൾ ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾക്ക് ഇൻസേഷൻ ഓഫ് റിക്കോമിനൻ്റ് DNA ഇൻറ്റു ബാക്ടീരിയ, എന്നിട്ട് ആ ബാക്ടീരിയയിൽ നിന്ന് ബ്ലൂ വൈറ്റ് സെലക്ഷൻ മെത്തേഡ് നമ്മൾക്ക് വഴി റിക്കോമിനൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് കോളനീനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. അതായത് ഈ ബാക്ടീരിയൽ കോളനീസിനെ കൾച്ചർ മീഡിയത്തിലിട്ട് കണ്ടിന്യൂസ് കൾച്ചർ മീഡിയ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് സ്മോൾ സ്കെയിലിൽ ഡിസൈഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് റിക്കോമിനൻ്റ് DNA എന്ന് പറയുന്ന DNA യിൽ നിന്ന് നമുക്കൊരു പർട്ടിക്കുലർ പ്രോട്ടീൻ, ആ DNAക്ക് എക്സ്പ്രഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ റിക്കോമിനൻ്റ് DNAയുടെ എക്സ്പ്രഷൻ വഴി ഉണ്ടാവുന്ന പ്രോട്ടീനെ പറയുന്ന പേരാണ് റിക്കോമിനൻ്റ് പ്രോട്ടീൻ. അതാണ് ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇതിനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഒരു മാസ്സായിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ബയോറിയാക്ടേഴ്സ്. ബയോറിയാക്ടേഴ്സ് ആർ ദി ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് the desired product in large quantities, in which raw material is biologically converted into desired product using plant, animal, microbial, human cells. ക്ലിയർ ആയല്ലോ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ബയോറിയാക്ടർ എക്സാമ്പിൾ സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടറാണ്. അതിൽ ഒരു സ്റ്റിറർ ഉണ്ടായിരിക്കും, വെജിറ്റേറ്റീവ് സിസ്റ്റം ഉണ്ടായിരിക്കും, സിലിണ്ട്രിക്കലാണ്, കർവ്ഡ് ബേസ് ആണ് ഫോർ പ്രോപ്പർ മിക്സിംഗ് ഓഫ് ദി കണ്ടന്റ് ഇൻ ഇറ്റ്, ആൻഡ് ആൻ അജിറ്റേറ്റർ സിസ്റ്റം, pH control system, temperature control system, foam control system, and പിന്നെ എന്താ ഉണ്ടായിരുന്നത്? ഒരു സാമ്പിളിംഗ് പോട്ട് ടു വിത്ഡ്രോ ദ കൾച്ചേഴ്സ് പീരിയോഡിക്കലി ആൻഡ് ആൻ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം. ഓക്കെ, ദെൻ ലാസ്റ്റ് ടോപ്പിക് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് റിക്കോമിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്നതിൽ വരുന്ന കണ്ടൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.